ഗുഡ് ഈവനിങ്. മാറ്റിനി ട്രിബ്യൂണലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രത്യേകതയുള്ള ഒരു വിഷയമാണിത്. ബ്ലൂ സോൺ. നമുക്കെല്ലാം അറിയാം, പ്രായത്തിന് ഒരു പരിധിയുണ്ട്. പഴയ കാലങ്ങളിലൊക്കെ 120 വയസ്സ് വരെയുള്ള പ്രായത്തെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെ പറഞ്ഞ് കേൾക്കുന്നില്ല. പക്ഷെ 100-ന് മുകളിൽ പ്രായമുള്ള ഒരു ഏരിയ, ആ ഏരിയ എന്താണ് അവിടെ, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നെല്ലാം വളരെ വിശദമായി ഇന്ന് സനൽ സാർ നമ്മളോട് സംസാരിക്കും. നിങ്ങൾ എല്ലാവരുടെയും പേരിൽ സനൽ സാറിനെ അതിലേക്ക് ക്ഷണിക്കുകയാണ്. സാർ, യു ആർ വെൽക്കം. താങ്ക് യു. സാർ ഒന്ന് കോഹോസ്റ്റ് ചെയ്യണേ. ഗുഡ് ഈവനിങ് എല്ലാവർക്കും. സാബു സാർ ഇപ്പൊ സംസാരിച്ചതുപോലെ ബ്ലൂ സോണിന്റെ കുറെ ഡീറ്റെയിലേക്കൊന്നും പോകുന്നില്ല. ബട്ട് ബ്ലൂ സോൺസ് ഇപ്പൊ അടുത്ത കാലത്തായിട്ട്, പ്രത്യേകിച്ച് ഇക്കിഗായി എന്ന് പറഞ്ഞ ഒരു പുസ്തകം വന്നതിന് ശേഷം കൂടുതലായിട്ടും ആൾക്കാർ അറിയപ്പെടുന്ന ഒരു പേരാണ് ബ്ലൂ സോൺ. അപ്പോ അതിനെ പറ്റിയിട്ട് അതും ആരോഗ്യവും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡെഫിനറ്റ്ലി ഇത് ഇന്നത്തെ സെഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ആ ഒരു രീതിയിലാണ് ഞാൻ ഇതിനെ പ്ലാൻ ചെയ്യുന്നത്. ബട്ട് എല്ലാം നമ്മളിതെങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നു, പിന്നെ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണല്ലോ. അപ്പൊ അത് തീർച്ചയായിട്ടും ഇവിടെ ഉണ്ട്. സോ ഇന്നത്തെ ടോപ്പിക്ക് ബ്ലൂ സോൺ എന്നതാണ്. അതിലേക്ക് ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയറോട് കൂടിയിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. സോ ഹെൽത്തി ലോങ് ലൈഫ്, ഇതാണ് സാധാരണഗതിയിൽ എന്നെ പോലെയും നിങ്ങളെ പോലെയുള്ള ആൾക്കാരൊക്കെ ആഗ്രഹിക്കുന്നത്. കുറച്ചു കാലം കൂടുതൽ ജീവിക്കണം, ആരോഗ്യത്തോടു കൂടിയിട്ട് ജീവിക്കണം, അല്ലെ? ഇങ്ങനെ ഈ ഹെൽത്തി ആയിട്ടും ലോങ് ആയിട്ടും നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ഇന്നിപ്പോഴും കാണുന്ന പല മാനദണ്ഡങ്ങളും മാറ്റി വയ്ക്കേണ്ടി വരും. അതിലൊന്നും പ്രധാനമായിട്ട് ജീവിതശൈലി രോഗങ്ങൾ ഇല്ല എന്ന് നമ്മൾ സങ്കല്പിക്കേണ്ടി വരും. അല്ലെങ്കിൽ പണ്ട് പല സ്ലൈഡുകളിലും ഞാൻ കാണിച്ചിട്ടുണ്ട്, പല സെഷനിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ലിവിങ് ലോങ് എന്ന് പറയുന്നതാണ് നമ്മുടെ ശരിക്കുള്ള ആവശ്യം. പക്ഷെ ഇന്നിപ്പോഴേ ലിവിങ് ഷോർട്ടും ഡൈയിങ് ലോങ്ങുമാണ്. ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് ഹെൽത്തി ലോങ് ലൈഫ് എന്താണിത് എന്നുള്ളതിലേക്കാണ് പോകാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഈ ഒരു കാര്യം ബ്ലൂ സോൺ എന്നുള്ളതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് മനസ്സിലായി തുടങ്ങിയത്. അപ്പോൾ നമുക്ക് എന്താണ് ബ്ലൂ സോൺ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാം. അതിൽ ഒന്നിച്ച് തന്നെ നമുക്ക് എങ്ങനെ അത് ഉപകരിക്കും എന്നുള്ളതും. ദ സയൻസ് ഓഫ് ലിവിങ് മോർ ഇയേഴ്സ് ഹെൽത്തിയർ, ഇതാണ് അതിനെപ്പറ്റി പറയുന്നത്, പൊതുവെ പറയുന്നത്. ആക്ച്വലി ഇതിന്റെ ബ്ലൂ സോണിന്റെ സീക്രട്ടിലേക്ക് പോകുമ്പോഴാണ്. സോ കൂടുതൽ കാലം കൂടുതൽ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള ഒരു ശാസ്ത്രം, അതാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. എന്താണ് ബ്ലൂ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നോൺ സയന്റിഫിക് ടേമാണ്. നേരത്തെ ഞാൻ പറഞ്ഞു ഇതാണ് സയൻസ് എന്ന്. ആക്ച്വലി ബ്ലൂ സോൺ അല്ല, ബ്ലൂ സോണിന്റെ അതിന് പിന്നിലുള്ള രഹസ്യങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഒരു നോൺ സയന്റിഫിക് ടേമാണ്. അത് ജിയോഗ്രാഫിക് റീജിയൻ, പല സ്ഥലങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ പല രാജ്യങ്ങളിലുള്ള ആൾക്കാരുടെ ജിയോഗ്രഫി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോപ്പുലേഷൻ സ്റ്റഡിയൊക്കെ ചെയ്തതിന് ശേഷം അവിചാരിതമായിട്ട് കണ്ടെത്തിയ ചില കണ്ടെത്തലുകളാണ് ഈ ഒരു രീതിയിലേക്ക് എത്തിയത്. അതിൽ തന്നെ ഈ ഒരു ബ്ലൂ സോൺ ഫോം ചെയ്തിരിക്കുന്നത് ഒരു പെർട്ടിക്കുലർ സ്ട്രിക്റ്റ് ഡയറ്റോ അല്ലെങ്കിൽ ഒരു എക്സ്പെൻസീവ് സപ്ലിമെന്റ് യൂസേജോ അതോ അല്ലെങ്കിൽ റിഗ്രസ് ആയിട്ടുള്ള വർക്കൗട്ടോ ഒന്നും ചെയ്തിട്ടല്ല. അല്ലാതെ തന്നെ അവിടെയുള്ള ആൾക്കാരിൽ അത്രയും മാറ്റം വന്നു എന്നുള്ളതാണ് ഇതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ ബ്ലൂ സോൺ എന്ന് പറയുന്ന ഒരു ബുക്ക് തന്നെയുണ്ട്. ഡാൻ ബർട്ട്നർ എന്ന് പറഞ്ഞ ആളാണ് അത് എഴുതിയിരിക്കുന്നത്. സോ അദ്ദേഹം കൂടാതെ ഈ ബ്ലൂ സോണിനെ പറ്റിയിട്ട് പഠിച്ചിരിക്കുന്ന ചില ആൾക്കാർ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുമ്പ് തന്നെ ഡാൻ ബർട്ട്നർ എന്ന് പറയുന്ന ആള് നാഷണൽ ജിയോഗ്രാഫിക്കിന്റെ എക്സ്പ്ലോറർ ആണ്. ബട്ട് അദ്ദേഹത്തിന് മുമ്പ് തന്നെ ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്ന ആൾക്കാരാണ് ഗിയാനി പേസ് എന്ന് പറയുന്ന ഒരു ഡോക്ടറും അതുപോലെ തന്നെ മിച്ചൽ പൊളൻ എന്ന് പറയുന്ന
മറ്റൊരു ആക്ച്വലി ഇദ്ദേഹം ജിയോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ഇങ്ങനെയുള്ള രണ്ട് ഡെമോഗ്രാഫിക് റിസർച്ചർ എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള രണ്ടു പേരാണ് ഈ ഒരു കാര്യം ആദ്യമായിട്ട് ശ്രദ്ധിച്ചത്. അവര് ശ്രദ്ധിച്ച ഏരിയ എന്ന് പറയുന്നത് സാർഡിനിയ, ഇറ്റലിയിലുള്ള സാർഡിനിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. സോ ഇവർ 99 ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ആ ഒരു കാര്യം മീൻസ് അവിടെയുള്ള ആൾക്കാർ കൂടുതൽ കാലം ജീവിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് എന്തൊക്കെയാണ് അവരുടെ പെർട്ടിക്കുലർ ലിവിങ് സ്റ്റൈൽ അല്ലെങ്കിൽ എത്ര കാലം ജീവിച്ചു, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട് അവർ ഈ സാർഡിനിയ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ കുറെ ഡോട്ട്സ് ഇടാൻ തുടങ്ങി. ആക്ച്വലി അത് അവരുടെ കയ്യിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ബ്ലൂ മാർക്കർ ആയിരുന്നു, അതുകൊണ്ട് ബ്ലൂ ഡോട്ട്സ് ഇടാൻ തുടങ്ങി. അങ്ങനെ സാർഡിനിയ എന്ന് പറയുന്ന ഏരിയയിൽ ഓൾമോസ്റ്റ് ബ്ലൂ ഡോട്ട്സിന്റെ എണ്ണം വളരെ കൂടും. അങ്ങനെ ഒരു ബ്ലൂ ഏരിയ ആയിട്ട് അല്ലെങ്കിൽ ഒരു ബ്ലൂ സോൺ ആയിട്ട് തന്നെ അത് മാറുകയും ചെയ്തു. അങ്ങനെയാണ് ആ ഒരു സാർഡിനിയ എന്ന് പറയുന്ന സ്ഥലത്ത്, ഇറ്റലിയിലുള്ള ഒരു സ്ഥലത്തിന്റെ ആദ്യമായിട്ട് ഒരു ബ്ലൂ സോൺ വന്നത്. ഓക്കെ, ബട്ട് ഇതിന് ശേഷം നാഷണൽ ജിയോഗ്രാഫിക് എക്സ്പ്ലോറർ ആയിട്ടുള്ള ഡാൻ ബ്യൂട്ട്നർ പിന്നീട് ഒക്കിനാവ ജപ്പാൻ എന്നുള്ള മീൻസ് ഇതേ രീതിയിലുള്ള മറ്റു പല സ്ഥലങ്ങളും ഉണ്ടോ എന്ന് അന്വേഷിച്ചു പോവുകയും അങ്ങനെ അദ്ദേഹം ഒക്കിനാവ ജപ്പാനിലെ പറ്റിയിട്ട് 2000 ഒരു സ്റ്റഡി നടത്തുക, പിന്നീട് മറ്റു പല റീജിയൻസും ഉണ്ടെന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. സോ എന്താണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഹാവ് അൺയൂഷ്വൽ നമ്പർ. അവിടെയുള്ള കൂടുതൽ ആൾക്കാരും കൂടുതൽ കാലം കൂടുതൽ ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നവരാണ്. മീൻസ് ആവറേജ് പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ ഈവൻ ഇറ്റലിയിലുള്ള തന്നെ മറ്റ് ആവറേജ് പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരെക്കാൾ കൂടുതൽ സാർഡിനിയയിലുള്ള ആൾക്കാർ കൂടുതൽ കാലം ജീവിക്കുന്നു എന്ന് കണ്ടെത്തിയതാണ് ഇതില് ഒരു ബ്ലൂ സോൺ മാർക്കറായിട്ടോ അല്ലെങ്കിൽ അതിന്റെ സീക്രട്സിലേക്ക് പോകാനും മറ്റുള്ളവരെ പ്രേരിപ്പിച്ചത്. ഓക്കെ, സോ ഓരോ ഏരിയ ആയിട്ട് പോകാം. പ്രധാനപ്പെട്ട 5 ഏരിയസ് ആണ് ഓൾറെഡി ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്, ബട്ട് ഇവിടെയും കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. സോ സാർഡിനിയ, ഇറ്റലി ലോങ്സ്റ്റ് ലിവിങ് മെൻ, ഇവിടെയാണ് കൂടുതൽ ആൾക്കാർ പ്രത്യേകിച്ച് ആണുങ്ങൾ കൂടുതൽ കാലം ജീവിക്കുന്നതെന്ന് കണ്ടെത്തി. ഇവിടെയുള്ള പ്രധാനപ്പെട്ട ചില പ്രത്യേകതകൾ നോക്കിക്കഴിഞ്ഞാൽ അവർ പ്ലാൻ ബേസ്ഡ് ഡയറ്റ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ ലൈഫ് ഡെയിലി റൂട്ടീൻ പോകുന്നത് ഫാമിലി ഫസ്റ്റ് അപ്രോച്ചിലാണ്. എന്തുണ്ടെങ്കിലും ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രീതിയിലാണ് പോകുന്നത്. അതുപോലെ തന്നെ ദേ സെലിബ്രേറ്റ് എൽഡേഴ്സ്. പ്രായം കൂടി എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് അവിടെ ഒരു ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ അവരുമായിട്ട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള പെരുമാറ്റത്തിലോ കാണിക്കുന്നില്ല. തീർച്ചയായിട്ടും അവർ റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലവ്, ഫ്രീഡം, കെയർ എല്ലാം അവർക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ്. ഇത്രേ ഉള്ളൂ പ്രധാനപ്പെട്ട മോട്ടീവ്. അവർക്ക് ഉള്ളത്രയും എൽഡേഴ്സിന് ഉള്ളത്രയും പരിചയം അല്ലെങ്കിൽ അവർക്കുള്ളത്രയും മറ്റ് ലോകപരിചയം എന്ന് മാത്രമല്ല ഞാൻ പറയാം, എക്സ്പീരിയൻസും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൂടുതലാണെങ്കിൽ അത് ഇനിയുള്ള തലമുറയ്ക്ക് മീൻസ് യങ്ങർ ജനറേഷന് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റും എന്ന് യങ്ങർ ജനറേഷന്റെ ഉള്ളില് ആ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ദേ യൂസ് റെഡ് വൈൻ. റെഡ് വൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വൈൻ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, അതിനകത്ത് ലോട്ട് ഓഫ് ഫ്ലാവനോയിഡ്സ് ഉണ്ട്. ഫ്ലാവനോയിഡ്സ് ഈസ് നത്തിങ് ബട്ട് ഫൈറ്റോന്യൂട്രിയൻസ് ആണ്. ന്യൂട്രീഷനിൽ തന്നെ ഒരു പ്രത്യേക കാറ്റഗറി ഉണ്ട്. അടുത്ത കാലത്തായിട്ട് നമ്മളൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള അതിന്റെ പേരാണ് ഫൈറ്റോന്യൂട്രിയൻസ്. മീൻസ് ഓരോ പഴങ്ങളിലും അല്ലെങ്കിൽ പച്ചക്കറികളിലും ഒക്കെ അതിന്റെ പ്ലാന്റ് കോൺസെൻട്രേറ്റ് കളർ കൊടുക്കുന്ന അല്ലെങ്കിൽ അതിന് ആ ഒരു വ്യത്യാസം കൊടുക്കുന്ന നാച്ചുറൽ ആയിട്ട് വ്യത്യാസം കൊടുക്കുന്ന ഒരു കോമ്പണന്റ് ഫോമാണ് ഫ്ലാവനോയിഡ്സ് എന്ന് പറയുന്നത്. ഈ ഫ്ലാവനോയിഡ്സിന്റെ അളവ് വളരെ കൂടുതലാണ്, പഴങ്ങളിലാണ് അത് കൂടുതൽ ഉണ്ടാവുക. അതുകൊണ്ട് റെഡ് വൈൻ്റെ യൂസേജ് അവിടെ കൂടുതലായിരുന്നു. ദ യൂസ് ഗോട്ട് മിൽക്ക്, ആട്ടിൻപാലാണ് കൂടുതൽ കുടിച്ചിരുന്നത്. അതുപോലെ തന്നെ നടക്കാൻ വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ രാവിലെകളിലോ ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട് കാഷ്വൽ ആയിട്ട് പോലും കൂടുതൽ നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ആൻഡ് ലാഫ് വിത്ത് ഫ്രണ്ട്സ്, അവര് മറ്റുള്ള ഫ്രണ്ട്സിന്റെ കൂടെ തന്നെ ഒത്തിരി നടക്കാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒന്നിച്ച് തന്നെ കൂടുതൽ ചിരിക്കാനും കൂടുതൽ തമാശകളിലും ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറി ആൾക്കാരാണ്. ഓക്കെ, അത് പ്രായമായതിനു ശേഷമല്ല,
പ്രായമാകുന്നതിന് മുമ്പ് തന്നെ. അടുത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് ഒക്കിനാവ ജപ്പാൻ. ലോങ്സ്റ്റ് ലിവിങ് വിമൻ, കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്ന സ്ത്രീകളുള്ള സ്ഥലം. ആക്ച്വലി ഒക്കിനാവ ജപ്പാനെ പറ്റി പറയുകയാണെങ്കിൽ ആവറേജ് അമേരിക്കനേക്കാളും കൂടുതൽ, മീൻസ് അവരെക്കാളും അപ്രോക്സിമേറ്റ്ലി 7.5 ഇയേഴ്സ് ആണ് അവർ ഈ ഒക്കിനാവ ജപ്പാനിലുള്ള ആൾക്കാരുടെ ഏജ് എന്നാണ് പറയുന്നത്, ആവറേജ്. ഓക്കെ, അഗൈൻ ദേ ഈറ്റ് പ്ലാന്റ് ബേസ്ഡ് ഡയറ്റ്, ഈറ്റ് മോർ സോയ്. സോയ ബേസ്ഡ് ആയിട്ടുള്ള സോയാബീൻ അല്ലെങ്കിൽ ആ ബീൻ മോഡലിലുള്ള തന്നെ കൂടുതൽ ഐറ്റംസ് ആണ് അവർ യൂസ് ചെയ്തത്. പ്ലാന്റ് ബേസ്ഡ് ഡയറ്റ് ആണ് കൂടുതലും. ഗാർഡനിങ് ആൻഡ് മെഡിക്കൽ ഗാർഡൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹെർബൽ ഗാർഡൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഇത് കൂടുതലാണ് ആ ഒരു ഏരിയയില്. മെയിൻറ്റെയിൻ എ മോയ്, എഗൈൻ ഇത് വരുന്നത് മറ്റുള്ള ആളുകളുമായിട്ടുള്ള സംസാരം, അല്ലെങ്കിൽ അവരുടെ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തൊക്കെ കുടുംബശ്രീ പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ സംഘങ്ങളുണ്ട് അല്ലെ. ഈ സംഘങ്ങൾ അവിടെ വേറൊരു കൺസെപ്റ്റിലാണ്. 5 or 6 പേരുള്ള 10-ൽ താഴെയുള്ള ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ്, അവർ തന്നെ പരസ്പരം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്ന ഒരു സാധാരണ ഗ്രൂപ്പ് പോലെ തന്നെ. പക്ഷെ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഒത്തിരി ഗ്രൂപ്പുകളുണ്ട്. എൻജോയ് സൺഷൈൻ, കൂടുതൽ നടക്കാനും അല്ലെങ്കിൽ കൂടുതൽ പ്രവൃത്തികൾ സൂര്യപ്രകാശത്തിലും ചെയ്യുന്ന ആൾക്കാരാണ്. അതിനു വേണ്ടിയിട്ട് അത് ഈവൻ അവർക്ക് പല രീതിയിൽ ഹെൽപ്പ് ആവും. മൈൻഡ് റീഫ്രഷ് ചെയ്യും, അതുപോലെ തന്നെ വൈറ്റമിൻ ഡി പോലെയുള്ള ന്യൂട്രീഷണൽ ഗുണങ്ങളുണ്ടാവും. സ്റ്റേ ആക്റ്റീവ്, വെയില് കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയില് പൂർണ്ണമായിട്ടും എടുത്തിട്ട് ക്ഷീണിച്ച് ഉണങ്ങിപ്പോവാന്നുള്ളതല്ല, ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇക്കിഗായ്. ദേ ഹാവ് ആൻ ആറ്റിറ്റ്യൂഡ്. ഒരു പർപ്പസ് ഉണ്ട് ലൈഫിൽ. ആ ഒരു പർപ്പസ് എപ്പോഴൊക്കെ ഉണ്ടോ, പർപ്പസ് ആക്ച്വലി ഹോപ്പിലേക്ക് പോകുന്നു, പ്രതീക്ഷയ്ക്ക് വക കൊടുക്കും. അതുപോലെ തന്നെ പ്രതീക്ഷ ഉണ്ടെങ്കിലേ പർപ്പസ് ഉണ്ടാവുള്ളൂ ജീവിതത്തിന്. അങ്ങനെ ഒരു ലക്ഷ്യവും അതുപോലെ തന്നെ അങ്ങനെ ഒരു അതിലേക്ക് പൂർണ്ണമായിട്ടും ഇടപഴകാനും പറ്റുന്ന ഒരു രീതിയിലുള്ള ചുറ്റുപാടാണ് അവരുടെ മൈൻഡ് സെറ്റ്. ഹാവ് ആൻ ആറ്റിറ്റ്യൂഡ്. ഓക്കെ, ഡിസബിലിറ്റി ഫ്രീ ലൈഫ് എക്സ്പെക്ടൻസി. ഒക്കിനാവയെ പറ്റി ഒത്തിരി സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ആക്ച്വലി അവിടെയുള്ളത് ടോട്ടൽ ക്യാൻസർ, ലോകത്തുള്ള ക്യാൻസറിന്റെ എണ്ണം എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ സർക്കുലേറ്ററി ഡിസീസസിന്റെ എണ്ണം എടുത്തു കഴിഞ്ഞാലും ഒക്കെ ഒക്കിനാവ ഈസ് ഫാർ ബിലോ, വളരെ കുറവാണെന്നാണ് പറയുന്നത് ആ ഒരു ഏരിയയില്. ഓക്കെ, നെക്സ്റ്റ് ഇക്കാരിയ, ഗ്രീസ്. വെദർ പീപ്പിൾ ഫോർഗെറ്റ് ടു ഡൈ. ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത ആക്ച്വൽ അവര് അങ്ങനെ കൂടുതൽ കാലം ജീവിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിലുള്ള ഒരു മൗണ്ടെയിൻ ലിവിംഗ് ഒന്നും ചൂസ് ചെയ്ത ആൾക്കാരൊന്നല്ല. അവിടെ പണ്ട് നടന്ന പല യുദ്ധങ്ങളുടെയും അവസാനത്തേക്ക് അല്ലെങ്കിൽ അവിടെയുള്ള ലോക്കൽസ്, ഗ്രാമീണരെ മൗണ്ടെയിൻസിൽ പോയിട്ടാണ് രക്ഷപ്പെട്ടിരുന്നത്. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് തന്നെ അവർക്ക് അവിടെ കൂടുതൽ രക്ഷപ്പെടാൻ, മീൻസ് അവർക്ക് അവിടെ ഈ മൗണ്ടെയിൻസിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ അവരായിട്ട് ഉണ്ടാക്കേണ്ടി വന്നു. സ്റ്റിൽ അവരുടെ സിറ്റിയും അല്ലെങ്കിൽ അവരുടെ ടൗണും ഒക്കെ താഴെ ആയതുകൊണ്ട് മിക്കവാറും സമയങ്ങളിൽ അവർ താഴെ ടൗണിൽ വരേണ്ടയും ആവശ്യമുണ്ട്. സോ അവരുടെ ഒരു നാച്ചുറൽ പാർട്ടായി വാക്കിംഗ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മൗണ്ടെയിനിൽ വാക്കിംഗ് എന്ന് പറയുന്നത്, ക്ലൈംബിംഗ്. അങ്ങനെ ഒരു നോർമൽ മിമിക് മൗണ്ടെയിൻ ലിവിംഗ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അങ്ങനെ ഒരു ലൈഫിലേക്ക് അവർ പോയി. അതുപോലെ തന്നെ സ്റ്റോക്ക് അപ്പോൺ ഹെർബൽസ്, ഹെർബൽ പ്രൊഡക്റ്റ് അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെർബൽ ട്രീസ്, പ്ലാന്റ്സിന്റെ യൂസേജ് അവിടെ കൂടുതലാണ്. രാവിലെ നേരത്തെ എഴുന്നേക്കും, അതുകൊണ്ട് തന്നെ ഉച്ചയാകുമ്പോഴേക്ക് പണിയൊക്കെ കഴിയും. അതിനുശേഷം ഉച്ചയ്ക്ക് ഒരു അല്പം മയക്കം. അങ്ങനെ ഒരു മൈൻഡ് റീഫ്രഷനിങ് ആൻഡ് എനർജൈസിങ് ഒക്കെ ഓട്ടോമാറ്റിക്കലി അവർ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിൽ പറയുന്ന പല കാര്യങ്ങളും അൺനോയിങ്ലി നടക്കുന്നതാണ് കേട്ടോ. ഈ അൺനോയിങ്ലി നടക്കുന്നതുകൊണ്ട് തന്നെ പിന്നീട് അതിനെപ്പറ്റി എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് അത് സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബോഡി എനർജൈസിങ്ങിന് വേണ്ടിയിട്ടോ ഒക്കെ ഹെൽപ്പ് ആവുന്നുണ്ടാവുമെന്ന് കണക്കാക്കുന്നത്. ഫാസ്റ്റ് ഒക്കേഷണലി, ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് അവർ വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല, പല ബിലീഫ്സിന്റെയും പുറത്ത് ചെയ്യുന്നതൊക്കെ ആവാം.
അതുപോലെ തന്നെ ദേ ഹാവ് എ മെഡിറ്ററേനിയൻ ഡയറ്റ്. മെഡിറ്ററേനിയൻ എന്ന് പറയുന്നത് പൊതുവെ സസ്യാഹാരവും അതുപോലെ തന്നെ മീൻസ് വളരെ റെസ്ട്രിക്ഷൻ അല്ല, വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു ഡയറ്റിനാണ് പറയുന്നത്. പക്ഷെ അവിടെ നോൺ വെജ് യൂസേജ് ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അനിമൽ പ്രൊഡക്ട്സിന്റെ ഇൻക്ലൂഡിങ് എഗ് ആയാലും അല്ലെങ്കിൽ പാലായാലും ഒക്കെ അവിടെ യൂസേജ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും എന്ന് മാത്രം. ഗോട്ട് മിൽക്ക് ആണ് അവിടെ കൗ മിൽക്കിനെക്കാളും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. മേക്ക് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് വിത്ത് പ്രയോറിറ്റി. ഫാമിലിയും ഫ്രണ്ട്സും ആണ് ഇവിടെയും ഇവരുടെ പ്രയോറിറ്റി. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് പ്ലേസ് ഈസ് ലോമ ലിൻഡ, കാലിഫോർണിയ. അമേരിക്കൻസ്, ഇത് അമേരിക്കയിലാണ് കാലിഫോർണിയ. സോ ഇവിടെ ഉള്ള അമേരിക്കൻസിന്റെ പ്രത്യേകത, ലോമ ലിൻഡയിലുള്ള അമേരിക്കൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ലിവ് 10 years ലോങ്ങർ. അവർ സാധാരണ ഉള്ള മറ്റ് അമേരിക്കൻസിനെക്കാളും അറ്റ്ലീസ്റ്റ് ഒരു 10 വർഷമെങ്കിലും കൂടുതൽ ജീവിക്കുന്നു എന്നാണ് പറയുന്നത്. സോ ജീവിക്കുന്നത് ജസ്റ്റ് ജീവിക്കുന്നു എന്നല്ല, ദേ എൻജോയ് എവറിത്തിങ്, മെയിൻറ്റെയിൻ എ സാങ്ക്ടിറ്റി ഓഫ് ടൈം. അതുപോലെ തന്നെ റെഗുലർ മോഡറേറ്റ് എക്സസൈസ്. മീൻസ് ആ ഒരു അതൊരു അൺനോയിങ് പ്രോഗ്രാം ആയിട്ട് ഒരു എക്സസൈസ് പ്രോഗ്രാമിലേക്ക് സ്പെഷ്യലി ജിമ്മിൽ പോയിട്ടൊന്നും ചെയ്യുന്ന രീതിയിലല്ല അവിടെ ഉള്ളത്. സ്പെൻഡ് ടൈം വിത്ത് ലൈക്ക് മൈൻഡഡ് പീപ്പിൾ. ഒരുപോലെ ചിന്തിക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് എല്ലാ സ്ഥലത്തും കാണുക, അല്ലെ? ഈവൻ നമ്മുടെ ഇടയിൽ പോലും. പക്ഷെ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ കുറെ കാലം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു പക്ഷെ നമ്മൾ കാണുന്ന ഒരു പ്രശ്നം. അതിന് പകരം അങ്ങനെയുള്ള കൂട്ടായ്മകൾ അവിടെ ലോങ് ഡ്യൂറേഷൻ, മീൻസ് എത്രയോ വർഷങ്ങളോളം നിലനിന്ന് പോകുന്നത് കൊണ്ട് തന്നെ അവർക്ക് എഗെയിൻ മ്യൂച്വൽ ഹെൽപ്പിങ്ങും അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരുപാട് പരസ്പര സഹായത്തിന് കൂടാതെ വോളണ്ടിയറിങ്, പല ആക്ടിവിറ്റീസിലും വോളണ്ടിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റും ഉണ്ടാവും. സ്നാക്ക് ഓൺ നട്ട്സ്, ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ അവര് നട്ട്സ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഏർലി ലൈറ്റ് ഡിന്നർ ആണ് അവരുടേത്. അതുപോലെ തന്നെ മോഡറേഷനിലാണ് കഴിക്കാറ്. പ്ലാൻ ബേസ്ഡ് ഡയറ്റ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. കൂടുതൽ വെള്ളം കുടിക്കും. ആൻഡ് എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടു തന്നു കഴിഞ്ഞാൽ ഈവൻ അതിന് പകരമായിട്ടായാലും സമൂഹത്തിന് വേണ്ടിയിട്ടായാലും ഒക്കെ എക്സ്ട്രാ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട്, കിട്ടിയത് കൊടുക്കാനല്ല, കിട്ടിയതിൽ കൂടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയാണ് ആ ഒരു ഇന്ററാക്ഷന്റെ അല്ലെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷന്റെ വാല്യൂ കൂട്ടുന്നത്. നെക്സ്റ്റ് പ്ലേസ് നിക്കോയ, കോസ്റ്ററിക്ക, ഫ്രം ലാറ്റിൻ അമേരിക്ക. ആക്ച്വലി ഇതൊരു ലാറ്റിൻ അമേരിക്കൻ ബ്ലൂ സോൺ എന്ന് പറയുന്ന രീതിയിലാണ് ഉള്ളത്. ഓക്കെ. ആൻഡ് ഇവിടെ ഇവരുടെ ഇക്കിഗ എന്ന് നേരത്തെ നമ്മൾ ഒക്കിനാവയെ പറ്റി പറഞ്ഞെങ്കിൽ ഇവിടെ ഇവരുടേതായിട്ടുള്ള ഒരു പ്ലാൻ ഫോർ എനിത്തിങ്, അവര് ആ ഒരു പ്ലാനിലാണ് മെയിൻ ആയിട്ട് ജീവിക്കുന്നത്. പർപ്പസ് ഓഫ് ലൈഫ് എന്ന് വേണമെങ്കിൽ അവിടെ നമുക്ക് സൂചിപ്പിക്കാം. ഈറ്റ് ലൈറ്റ് ഡിന്നർ, ഡ്രിങ്ക് ഹാർഡ് വാട്ടർ. ഹാർഡ് വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് കാൽസ്യം കൂടുതലായിട്ടുള്ള വെള്ളമാണ് അവിടെ. അതുകൊണ്ട് തന്നെ അവരുടെ ബോൺ സ്ട്രെങ്ത്തും കൂടുതലായിട്ടുണ്ടാവും. കീപ് ഹാർഡ് അറ്റ് വർക്ക്. ആക്ച്വലി അവര് നന്നായിട്ട് പണിയെടുക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മസിൽസിന്റെ സ്ട്രെങ്ത്തും കൂടുതലായിരിക്കും. ആക്ച്വൽ നമ്മൾ പ്രായത്തിനെ പറ്റി കണക്കാക്കുമ്പോൾ എന്താണ് പ്രായത്തിന്റെ ആക്ച്വൽ അടിസ്ഥാനം? മുഖത്ത് ചുളിവ് വരിക, വെളുത്ത നിറം മുടിക്ക് വരിക, അല്ലെങ്കിൽ ആ ഒരു മീൻസ് നമ്മുടെ പ്രായം കണക്കാക്കുന്ന രീതി, അല്ലെങ്കിൽ കണ്ണുകൾ കുഴിയിലേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളല്ലേ. അതേ സമയത്ത് ആരോഗ്യത്തിന്റെ അടിസ്ഥാനം എന്താ? ഇവിടെയാണ് ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മുടെ ശരീരത്തിനകത്തുള്ള എല്ലുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ മസിൽസ് നമ്മുടെ ആക്ടിവിറ്റീസിനെ വളരെ നല്ല രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അല്ലേ നമ്മുടെ ആരോഗ്യം അതുപോലെ നിൽക്കുന്നത്. ഫാമിലി ഫോക്കസ്, അഗൈൻ ഇവിടെയും നിക്കോയിലുള്ള ആൾക്കാരുടെയും ഫാമിലി ഫോക്കസ്, ഫാമിലി ഫസ്റ്റ് അപ്രോച്ച് തന്നെയാണ്. ഗെറ്റ് സം സെൻസിബിൾ സൺ. സെൻസിബിൾ സൺ എന്ന് ഉദ്ദേശിക്കുന്നത് വൈറ്റമിൻ ഡി ആയിട്ട് വരാം. അതുപോലെ തന്നെ ഒരു റിഫ്രഷിങ് മൂഡാണ്. ശരിക്കും നല്ലൊരു എനർജൈസർ ആണ് സൺ. നമ്മൾ അതിനെ വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ആൻഡ് മെയിൻറ്റെയിൻ സോഷ്യൽ നെറ്റ്വർക്ക്സ്. അവർക്കും ഒരു ലൈക്ക് മൈൻഡഡ് പീപ്പിൾ ഉള്ള ആൾക്കാരുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ആൻഡ് എംബ്രേസ് എ കോമൺ ഹിസ്റ്ററി. ഇവിടെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഒരു കുതിര ഓടിക്കുക അല്ലെങ്കിൽ ഒരു വണ്ടി ഓടിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ഏത് വയസ്സ് വരെ ഉള്ളവർക്കാ എക്സ്പെക്ട് ചെയ്യുന്നത്?
കുതിരപ്പുറത്ത് കയറി ഇരുന്നിട്ട് ആ ഒരു ഇതിനകത്ത് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, കുതിരയുടെ താളത്തിനൊത്ത് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ അതിനെ നന്നായിട്ട് നമ്മുടെ ബോഡി, പ്രത്യേകിച്ചും ബാക്ക് ബോൺ ഒക്കെ വളരെ സ്ട്രോങ് ആയിരിക്കണം അല്ലെ. ആ ഒരു രീതിയിൽ കയറാനുള്ള ആരോഗ്യം വേണം അല്ലെ. കുതിരപ്പുറത്ത് കയറാനുള്ള ആരോഗ്യം അത് പുതുതായിട്ട് തുടങ്ങുന്നതുകൊണ്ടാണ്. ബട്ട് അഗൈൻ നമ്മൾ ഇപ്പോഴൊക്കെ നമ്മൾ അങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്, കാരണം നമ്മൾ ഇതുവരെ ചെയ്യാത്ത, ബട്ട് ചെറുപ്പത്തിലെ അങ്ങനെ ചെയ്ത് ശീലിച്ച ആൾക്കാരിൽ പോലും ബാക്ക് ബോൺ സ്ട്രോങ് അല്ലെങ്കിൽ ഇറ്റ്സ് വെരി ടയസം. അതുപോലെ തന്നെ ഇറങ്ങാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ടയസം. അതുപോലെ തന്നെ ആ ഒരു പ്രായത്തിൽ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ കാഴ്ച എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെയുള്ള ദി എൻജോയ് ലൈഫ്. ഓൾമോസ്റ്റ് എല്ലാ, ഞാനിപ്പോ 5 സ്ഥലങ്ങൾ കാണിച്ചു. അവിടെയുള്ള ആൾക്കാർ, അവിടെയുള്ള സാധാരണ മറ്റു ആൾക്കാർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അത്രയും നോർമൽ ആയിട്ടുള്ള എല്ലാ വർക്കും ഇവരും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതാണ് ആരോഗ്യത്തിന്റെ ഒരു പ്രധാന കാരണം, നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച അല്ലെ. സോ എന്താണ് ബ്ലൂ സോൺസിന്റെ എസെൻസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ കുറെ കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ബട്ട് അതിൽ നിന്ന് കൺസോളിഡേറ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അതില് ഒന്നാമതായിട്ട് പറയുന്നത് മൂവ് നാച്ചുറലി. നേരത്തെ ഒക്കിനാവയെ പറ്റി പറഞ്ഞപ്പോൾ ഗാർഡനിങ്ങും മെഡിക്കൽ ഗാർഡനിങ് ഒക്കെ പറഞ്ഞു അല്ലെ. വാക്കിംഗ്, പല സ്ഥലങ്ങളിലും വാക്കിംഗ് എന്ന് പറയുന്നത് അവർ മൗണ്ടൻ ക്ലൈംബിംഗ്, അത് ആ ഒരു രീതിയിൽ തന്നെ ഇക്കാരിയ ഗ്രീസിലുള്ള ആൾക്കാര് മീൻസ് പല ആൾക്കാരും അവരുടെ ഒരു മീൻസ് വണ്ടി എടുക്കണ്ട, ഞാൻ നടന്നു പോവാം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലല്ല. അതൊരു ഒരു നാച്ചുറൽ ഫ്ലോയിൽ വരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അത് എന്ത് വേണമെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാം എന്നുള്ള ഒരു രീതിയിലേക്ക്, ബൈ ഹാൻഡ് തന്നെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് പറയുന്ന ഒരു രീതിയിലാണ് അവരുടെ മൈൻഡ് സെറ്റ് വരുന്നത്. ഓക്കെ, അടുത്തത് ഹാവ് എ ഗ്രേറ്റ് റൈറ്റ് ഔട്ട്ലുക്ക്. ഒരു ശരിയായ കാഴ്ചപ്പാട് ജീവിതത്തിനെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും സ്വന്തം ആത്മവിശ്വാസത്തെ കുറിച്ചും ഒക്കെ ഒരു ശരിയായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് വേണം? ഒന്ന് വിശ്വാസം വേണം, മ്യൂച്വൽ ട്രസ്റ്റ് വേണം, ഒരു പർപ്പസ് ഉണ്ടാവണം, പ്രതീക്ഷ ഉണ്ടാവണം. ഇങ്ങനെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആക്ച്വൽ നമ്മുടെ ഫാമിലിയിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇതൊക്കെ കിട്ടിയിരിക്കുന്നത്? കുടുംബത്തിൽ നിന്നല്ലേ തുടക്കം. എന്നിട്ട് നിങ്ങൾ അതിൽ വേണ്ടുന്നതൊക്കെ എടുത്തു, വേണ്ടാത്തതൊക്കെ മാറ്റി. എവിടുന്ന് മാറ്റി? ഒരു പക്ഷെ സ്കൂളിനാവും മാറ്റിയത്, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ജീവിച്ചു വന്ന ആ ചുറ്റുപാടിൽ വെച്ചിട്ട് നിങ്ങൾ അത് മാറ്റി, മാറ്റേണ്ടത് മാറ്റി. അങ്ങനെ ചെയ്തപ്പോഴാണ് ആ ഒരു റൈറ്റ് ഔട്ട്ലുക്ക് കിട്ടിയത് അല്ലെ. അതുപോലെ തന്നെ ശരിയായ ഭക്ഷണം, ബുദ്ധിപൂർവം കഴിക്കുക എന്ന് എഴുതിയിരിക്കുന്നത്. ഈ ഈറ്റ് വൈസ്ലി എന്ന് പറയുന്നതില് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനാണ് ഉണ്ടാവും. ബട്ട് അവര് കോമൺ ആയിട്ട് അപ്രോച്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പ്ലാൻ ബേസ്ഡ് ഡയറ്റ് ആണ്, രണ്ടാമത്തത് വൈൻ യൂസേജ്, വൈൻ ആയിട്ട് എടുക്കണ്ട ബട്ട് ഫ്ലേവനോയിഡ്സിന്റെ യൂസേജ് കൂടുതലാണ്. അതുപോലെ തന്നെ ഈറ്റ് ഇൻ മോഡറേഷൻ ആണ്. എന്തും വലിച്ചു വാരി തിന്ന് അതിനുശേഷം അത് എങ്ങനെയെങ്കിലും ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് പിന്നെ പണിയെടുക്കുക എന്നുള്ള ഒരു രീതിയല്ല. അതുപോലെ തന്നെ കണക്ട് വിത്ത് പീപ്പിൾ, ബിലോങ്, മറ്റുള്ളവരുടേതാവുക, മറ്റുള്ളവരെ സ്വന്തമാക്കുക. ഇത് രണ്ടും, ഇതാണ് ബിലോങ്ങിങ്നെസിന്റെ അർത്ഥം. അങ്ങനെ മറ്റുള്ളവരുമായിട്ട് ഒരു കണക്ടിവിറ്റി ഉണ്ടാവുന്ന സമയത്ത് അതൊരു ഫാമിലി ഫസ്റ്റ് അപ്രോച്ചിലേക്കും ഫ്രണ്ട്സ് ഫസ്റ്റ് അപ്രോച്ചിലേക്കും ഒക്കെ പോകുന്നുണ്ടാവും. അതുപോലെ തന്നെ ഒരു ഒരു ശരിയായ ട്രൈബ്, റൈറ്റ് ട്രൈബ് നമ്മൾ കാണുന്നുണ്ടാവും, ലൈക്ക് മൈൻഡഡ് പീപ്പിൾ. അത് കറക്റ്റ് ആയിട്ട് ഒരേ രീതിയിൽ ചിന്തിക്കുക മാത്രമല്ല ഒരേ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ളവരുടെ ഇടയിൽ വെച്ചിട്ട് നമുക്കത് വളരെ നല്ല രീതിയിൽ പോകും. സോ ഇവിടെ തന്നെ നമ്മുടെ ഇടയിൽ പകർന്നുകൊണ്ടിരിക്കുന്ന പല മിത്തുകളും ഉണ്ട്. അതിലൊന്നാണ് ലോങ്ഗവിറ്റി മിത്ത് 1. ഇഫ് ഐ ട്രൈ റിയലി ഹാർഡ് ഐ ക്യാൻ ലിവ് അപ് ടു 100. 100 വയസ്സ് വരെ എനിക്ക് ജീവിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒന്ന് ശ്രമിച്ചാൽ മതി. ടോട്ടലി എ മിത്ത്. ഓക്കെ, ഇത് ശരിയാണെന്ന് എത്ര പേര് എഗ്രി ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് നമ്മളത് ശ്രമിച്ചു നോക്കുമ്പോൾ, ഈ റിയലി ഹാർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് ശ്രമിച്ചു നോക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി മനസ്സിലാവൂ. അടുത്ത ഒരു മിത്ത് എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ്സ് എക്സിസ്റ്റ് ദാറ്റ് ക്യാൻ സ്ലോ ഏജിങ്. നമ്മുടെ പ്രായം കൂടുന്നത് കുറക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ഫാസ്റ്റ്നെസ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ട്രീറ്റ്മെന്റുകൾ
ലോകത്തുണ്ടെന്നുള്ളതാണ്. മെഡിക്കൽ സയൻസ് ഈസ് ഗ്രോയിങ്, എവർ ഗ്രോയിങ്, ആൻഡ് പുതിയ പുതിയ സയന്റിഫിക് ഇൻവെൻഷൻസ് ഒക്കെ ഉണ്ട്, ട്രൂ. ബട്ട് അതൊക്കെ നമ്മുടെ ഏജിങ്ങിനെ സ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? അവിടെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു കോട്ട് വളരെ യോജിക്കുന്നത്. എന്തായിരുന്നു? നമ്മള് ഇന്നിപ്പോഴ് ലിവിങ് ഷോർട്ടും ഡൈയിങ് ലോങ്ങുമായി മാറുക. പല കേസുകളിലും ഡോക്ടേഴ്സ് നമ്മളെ ചാവാൻ വിടുന്നില്ല എന്ന് പറയുന്നതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പോവാണ്. സോ ഈ രണ്ട് മിത്തും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇനി എങ്ങനെയാണ് ബ്ലൂ സോൺസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക? അതിനും ഒരുപാട് റിസർച്ചസ് നടന്നിട്ടുണ്ട്. അതിനുള്ള ഒരു റിസർച്ച് ആൽബർട്ട് ലീ, മിന്നസോട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അതിന്റെ പ്രധാനപ്പെട്ട മെഷറബിൾ ഇമ്പാക്ട് പറയുകയാണെങ്കിൽ 8.6 മില്യൺ സേവിങ്സ് ആണ്. എവിടെ? ഹെൽത്ത് സെക്ടറിൽ മാത്രം. ഹെൽത്ത് സെക്ടറിൽ ചെലവഴിക്കുന്ന എമൗണ്ടിന്റെ അളവ് 8.6 മില്യൺ കുറയ്ക്കാൻ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഡോളറിൽ, എനിവേ അത് അവിടുത്തെ കണക്ക് പോട്ടെ. സോ അത്രയും കുറയ്ക്കാൻ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് സോ സിമ്പിൾ. ഹെൽത്ത് സെക്ടറിൽ എവിടെയാണ് കൂടുതൽ പൈസ ചെലവാകുന്നത് എന്ന് ഇപ്പം നമ്മൾ ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. നമ്മുടെ ഒരു വൈറസോ ബാക്ടീരിയയോ വന്നതിന് ശേഷമുള്ള ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ രണ്ട് രീതിയിലുള്ള രോഗങ്ങൾ ഉണ്ടെന്ന് പറയും അല്ലെ. ഒന്ന് എന്തെങ്കിലും ഒരു വൈറസ് വന്നിട്ട്, രണ്ടാമത്തത് ജീവിതശൈലി കൊണ്ടുള്ള. അപ്പൊ ഈ രണ്ട് എണ്ണത്തില് നമുക്ക് ഏതിലാണ് കൂടുതൽ എക്സ്പെൻഡിച്ചർ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 34th place in the Minnesota country were health rankings, up from 68 out of 87 countries. 68 നമ്പേഴ്സ് ആണ് ഈ രാജ്യങ്ങളിൽ വെച്ചിട്ട് 34ാമത്തെ പ്ലേസിലേക്ക് അത് മിന്നസോട്ടയ്ക്ക് പോകാൻ പറ്റിയത്. ഓക്കെ. ആൻഡ് 2.9 years added to ലൈഫ് സ്പാൻ ആവറേജ്. ഒരാളുടെ ജീവിക്കുന്ന ആവറേജ് വർഷം 2.9 കൂട്ടാൻ പറ്റി എന്നാണ് ഇതില് ഇവര് കണ്ടുപിടിച്ചത്. ഓക്കെ. ഇതുപോലെ തന്നെ മറ്റൊരു സ്ഥലം കൂടിയുണ്ട്. ഓക്കെ. സോ എന്താണ് ഈ സ്ഥലങ്ങളിലൊക്കെയുള്ള കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ യൂസേജ് ലെന്റിൽസ്, ചിക്ക് പീസ്, വൈറ്റ് ബീൻസ്, മെഡിറ്ററേനിയൻ, ഈ രീതിയിലുള്ള പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ. ഇതിലൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഈ ലെന്റിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചിന്തിക്കേണ്ട, പയറുവർഗ്ഗങ്ങൾ ഒക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ബീൻസ് വെറൈറ്റീസ്. സോ വളരെ കുറച്ച് മാത്രമേ കൊഴുപ്പിന്റെ ഉപയോഗമുള്ളൂ. എന്നാൽ അതേ സമയത്ത് ഏകദേശം 77% കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റിന്റെ ഓൾമോസ്റ്റ് 77% കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. റിച്ച് സോഴ്സസ് ഓഫ് ഫൈബർ. ഫൈബർ എന്തുകൊണ്ടാണ് അവർക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്? അവരുടെ യൂസേജ് പ്രോസസ്ഡ് ഫുഡിലേക്കല്ല പോകുന്നത്, അവർ നോർമൽ ഹോൾ ഫുഡിലേക്കായിരിക്കും കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടാവുക. ബീൻസ് ആസ് എ ന്യൂട്രീഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഒരുപാട്, ഒരു കോമൺ ആയിട്ട് പറയാണ്, ബീൻസ് വെറൈറ്റീസിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും അതുപോലെ തന്നെ മിനറൽസും, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വാട്ടർ, ഡയറ്ററി ഫൈബർ, ഈ ഒരു പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ബീൻസ് ഈസ് വെരി ഗുഡ് ഫോർ ന്യൂട്രീഷൻ. ആൻഡ് അതിനാണെങ്കിൽ കലോറി കൺസെപ്റ്റ് വളരെ കുറവേ വരുന്നുള്ളതാണ്, കലോറി കുറവേ വരുന്നുള്ളതാണ്. സോ അത് ഒത്തിരി നമ്മുടെ ശരീരത്തിന് വേണ്ട പല വെറൈറ്റി ആയിട്ടുള്ള ന്യൂട്രീഷൻ കൊടുക്കും. എന്നാൽ അതിൻ്റെ ഒന്നിച്ച് തന്നെ ഫൈബർ അടക്കം, ഫൈബർ ന്യൂട്രീഷനിൽ വരുന്നില്ല, അതുകൊണ്ട് എക്സ്ട്രാ ഫൈബർ അടക്കം അത് കൊടുക്കുന്നുണ്ട്. എന്നാൽ അഡീഷണൽ കലോറീസ് ഇല്ലാതെ ശരീരത്തിന് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ. ആൻഡ് ദേ ജനറലി യൂസ് ഹോൾ ഫുഡ്സ്. മുഴുവൻ ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സിങ് കുറഞ്ഞ ഭക്ഷണങ്ങളായിരിക്കും അവർ കൂടുതലും യൂസ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഈറ്റ് മീറ്റ് സ്പെയറിംഗ്ലി. നോൺ വെജ് കഴിക്കുന്നില്ല എന്നല്ല, എല്ലാ തരത്തിലുള്ള നോൺ വെജും കഴിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഫിഷ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചിക്കൻ ആയിക്കോട്ടെ, മീറ്റ് വെറൈറ്റീസിൽ തന്നെ മറ്റ് ഈവൻ ഇൻക്ലൂഡിങ് പന്നിയിറച്ചി പോലുള്ള അതൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. ബട്ട് ഈറ്റ് മീറ്റ് സ്പെയറിംഗ്ലി. ചില സ്ഥലങ്ങളിലൊക്കെ ആഴ്ചയിൽ 1 or 2 പ്രാവശ്യം, അതുപോലെ തന്നെ മേ ബി ഒരാഴ്ചയിൽ 4 or 5 അല്ലെങ്കിൽ 8 പ്രാവശ്യമൊക്കെയാണ് അവരുടെ മീറ്റ് യൂസേജ് വരുന്നത്. ആൻഡ് ദാറ്റ് ടു ആസ് എ സൈഡ് ഡിഷ്. അതൊരു മെയിൻ ഡിഷ് ആയിട്ടല്ല അവർ പ്രധാനമായിട്ടും കണക്കാക്കുന്നത്. ഓക്കെ. ഈറ്റ് നോ മോർ ദാൻ 7 spoons ഓഫ്
ടീസ്പൂൺസ് ഓഫ് ഷുഗർ. അവരുടെ പഞ്ചസാര ഉപയോഗം വളരെ കുറവാണ്. ഓക്കെ, ആൻഡ് ഈ ഒരു ആഡ് നിങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ. അതിനുശേഷം ഇത് സിംഗപ്പൂർ ഗവൺമെന്റ് ഷുഗർ യൂസേജ് കുറക്കാൻ വേണ്ടിയിട്ട് ആ ഗവൺമെന്റിന്റെ തന്നെ ഒരു ആഡാണ്, ഒരു അഡ്വർടൈസ്മെന്റ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഷുഗർ എത്രത്തോളം കുറക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഗവൺമെന്റ് അഡ്വർടൈസ്മെന്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഗവൺമെന്റ് അതിനു വേണ്ടിയിട്ട് ബോധവാന്മാരാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടാവും. സോ നേരത്തെ ഞാൻ പറഞ്ഞു മിനസോട്ടയാണ്, ആൽബർട്ട് ലീ അവിടെ ആണ് ഒരു പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അസ്റ്റോണിഷിംഗ്ലി സിംഗപ്പൂർ ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി 20 years ആണ് കൂട്ടിയിരിക്കുന്നത്. സോ ഇതൊരു ഷുഗറിന്റെ മാത്രമല്ല ഞാൻ പറയുന്നത്. ദ പീപ്പിൾ, സിംഗപ്പൂരിലുള്ള ആൾക്കാർ പൊതുവെ നടന്നിട്ടാണ് മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ, മീൻസ് അവിടെയുള്ള പേയ്മെന്റും കാര്യങ്ങളും ഒക്കെ ആ ഒരു രീതിയിലാണ് കൂടുതൽ ഉള്ളത്. ആൻഡ് ദേ പ്രൊമോട്ട് ഗ്രീൻസ്. ഒരുപാട് സിംഗപ്പൂരിന്റെ ഫാക്ട്സിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാടുണ്ട് അതിനെ പറ്റിയിട്ടും പറയാൻ. സോ ജസ്റ്റ് ആ മെയിൻ കൺസെപ്റ്റ് മാത്രം ഞാനിവിടെ കാണിച്ചു എന്ന് മാത്രം. ദ ഗവൺമെന്റ് ഓൾസോ ഹാസ് ടു ചേഞ്ച്. നമ്മൾ മാറണം, നമ്മൾ മാറിയില്ലെങ്കിലും ഗവൺമെന്റ് നമ്മളെ മാറ്റണം, അല്ലെങ്കിൽ നമ്മൾ മാറിയിട്ട് ഗവൺമെന്റിനെ മാറ്റണം, അല്ലെ? ഇങ്ങനെ ഒരു രീതിയിലല്ലേ പോകാൻ പറ്റൂ. ആരോഗ്യം തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. സ്കിപ്പ് എനി പ്രോഡക്റ്റ് ദാറ്റ് ലീസ്റ്റ് ഷുഗർ എമംഗ് ഇറ്റ്സ് ഫസ്റ്റ് 5 ingredients. ഇങ്ങനെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇങ്ങനെ എല്ലാവരും ഈ ആദ്യത്തെ 5 എണ്ണത്തിൽ ഷുഗർ വരുന്നുണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിക്കില്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ മാർക്കറ്റിൽ ഉണ്ടാവുമോ? ഇല്ല. സോ മാറ്റം പോസിബിൾ ആണ്. ഐദർ ഒന്നുകിൽ നമ്മളിൽ നിന്ന് തുടങ്ങണം, അല്ലെങ്കിൽ കമ്പനികളിൽ നിന്നോ ഗവൺമെന്റിൽ നിന്നോ തുടങ്ങണം. ഇറ്റ്സ് എ ചോയ്സ്. നമുക്ക് വേണമെങ്കിൽ ആ ഒരു രീതിയിലേക്ക് അത് കൊണ്ടുപോകാൻ പറ്റും. ഹൗ? ഇവിടെയാണ് ബിൽഡിംഗ് യുവർ ബ്ലൂ സോൺ. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ബ്ലൂ സോൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? അത്ര എളുപ്പമൊന്നുമല്ല. ഒന്ന്, ആൾക്കാരിൽ നിന്ന് തുടങ്ങണം. ഇൻഡിവിജ്വൽ, ആസ് എൻ ഇൻഡിവിജ്വൽ ഇത് തുടങ്ങുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? നമ്മുടെ വീട്ടിൽ നിന്നും തുടങ്ങണം, നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്കിൽ നിന്നും. നമ്മൾ ഒരാൾ മാറിയത് കൊണ്ട് നമ്മൾ മാത്രം മാറി എന്ന് നമുക്ക് വിചാരിക്കാനാവില്ല. നമ്മുടെ കൂടെയുള്ള, ഒരുപക്ഷെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ളവരും, അതുപോലെ തന്നെ വീട്ടിലേക്ക് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ മാറുമ്പോഴും വീട്ടിലുള്ളവരും ഒക്കെ കുറച്ചായിട്ട് ഇറ്റ് വിൽ സ്പ്രെഡ്, അല്ലെ? ദ ഗുഡ് ഹാസ് ടു സ്പ്രെഡ്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവിനെ കൂടുതൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് ജനറലി. അതിന് പകരം നെഗറ്റീവിനെ സ്പ്രെഡ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് അത് സെക്കൻഡറി ആയിട്ട് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇതിന് പോസിറ്റിവിറ്റി, അല്ലെങ്കിൽ ആവശ്യമുള്ള സാധനങ്ങളും ആവശ്യമില്ലാത്ത സാധനങ്ങളും ഇത്രയും ചിന്തിച്ചാൽ മതി. ഓക്കെ, ആസ് ഫുഡോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്കുകളോ ഒക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ചിന്തിക്കൂ. 24 മണിക്കൂറാണ് ഉള്ളത്. 24 മണിക്കൂറിനുള്ളിൽ ഒരാള് നെഗറ്റീവിനെ പറ്റി സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് മാറ്റിവെക്കാം. അതേ സമയത്ത് അയാള് 24 hours പോസിറ്റിവിറ്റി മാത്രമേ സംസാരിക്കുന്നുള്ളൂ എങ്കിൽ അയാൾക്ക് അത് കേൾക്കാനോ അത് പറയാൻ, നെഗറ്റിവിറ്റി കേൾക്കാനോ നെഗറ്റിവിറ്റി പറയാനോ സമയമുണ്ടോ ബാക്കി? ഇല്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ മണിയും, അല്ലെ? മണി നമ്മുടെ അടുത്തുള്ളത് ആസ് ഓൺ നോ ഒരു ലിമിറ്റഡ് ഇൻകം ആണ്, അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച എമൗണ്ട് ആണ്. ഈ എമൗണ്ട് നമ്മൾ എവിടെ സ്പെൻഡ് ചെയ്യുന്നു? സ്പെൻഡ് വൈസ്ലി. ആ ഒരു കാര്യം കൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ നെറ്റ്വർക്ക് മാറുന്നുണ്ടാവും. ഓക്കെ, അടുത്തതാണ് പ്ലേസസ്. പ്ലേസസില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് പ്ലേസ്, അതുപോലെ തന്നെ റെസ്റ്റോറന്റ്, അതുപോലെ തന്നെ ഫെയ്ത്ത്, നമ്മൾ എവിടെയാണോ നമ്മുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോകുന്നത്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ, വർഷിപ്പ് എന്ന് മാത്രം ഞാൻ പറയില്ല. ഓക്കെ, സോ ഈ സ്ഥലങ്ങളൊക്കെ തീർച്ചയായിട്ടും, നേരത്തെ ഇപ്പം വാക്കിങ്ങിൻ്റെത് ഞാൻ സിംഗപ്പൂരിൽ സൂചിപ്പിച്ചു. അവിടെ വാക്കിങ്ങിന് ഇത്രമാത്രം പ്രൊമോഷൻ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഈ ഇൻഡിവിജ്വലിന് മാറുന്നത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. പ്ലേസസും അതുപോലെ തന്നെ മറ്റ് പോളിസീസും ഒക്കെ ഈവൻ ഗവൺമെന്റ് കൂടെ ടേക്ക് പാർട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. റെസ്റ്റോറന്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മള് ജനറലി പോകുന്ന ഹോട്ടലുകൾ ഹെൽത്തി ആയിട്ട് മാത്രം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഭക്ഷണം മാത്രം തരുന്ന ഹോട്ടലാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള ഹോട്ടലുകൾ കൂട്ടി പോകില്ലേ? അല്ലെങ്കിൽ അവര് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും. സോ
ദേ വിൽ ചേഞ്ച്. അവര് മാറും. അവര് മാറുന്നതിന് മുമ്പ് നമ്മൾ ആസ് എ റെസ്റ്റോറന്റ് പോകുന്ന കസ്റ്റമർ എന്നുള്ള രീതിയിൽ നമ്മൾ മാറേണ്ടത് ആവശ്യമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോളിസീസ്. നമ്മൾ ഇപ്പോഴ് ജീവിക്കുന്ന സമയത്തുള്ള പല പോളിസീസും പല സമയത്തായിട്ട് നമ്മുടെ ലൈഫിലേക്ക് വന്നതാണ്. നമുക്ക് പല ആൾക്കാരും പറഞ്ഞു തന്നതാണ്. അതിൽ വരുന്നതാണ് എൻവയോൺമെന്റ് റിലേറ്റഡ് പോളിസീസ്, ഫുഡ് റിലേറ്റഡ് പോളിസീസ്, ടൊബാക്കോ റിലേറ്റഡ് പോളിസീസ്, സ്മോക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. പല രാജ്യങ്ങളും സ്മോക്കിങ്ങിന് എക്സ്ട്രീം, ആക്ച്വൽ ലിക്കറിനേക്കാൾ വളരെ കൂടുതലായിട്ട് ദോഷം തരുന്ന ഒരു സാധനമാണ് ടൊബാക്കോ. സോ അതിനെ എക്സ്ട്രീം ടാക്സസ് അപ്ലൈ ചെയ്തിട്ട് അതിനെ എങ്ങനെയെങ്കിലും റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാവുന്നത് ജനങ്ങളിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടോ ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് പല ഗവൺമെന്റുകളും. സോ അതിനു വേണ്ടിയിട്ടുള്ള പോളിസികളൊക്കെ തീർച്ചയായിട്ടും എടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ ഈവൻ ഇതൊക്കെ കണക്റ്റഡ് ആണ്. ഒന്നിനെ മാറ്റി നിർത്തിയിട്ട് മറ്റേത് മാത്രം ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ആൻഡ് ബിൽഡിംഗ് യുവർ ബ്ലൂ സോൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ടോട്ടൽ ഇൻക്ലൂഡിംഗ് ദ ഗവൺമെന്റ് ഹാസ് സം റോൾ ടു പ്ലേ. ഇനി പോട്ടെ, ഗവൺമെന്റ് എന്നുള്ളത് വലിയ രീതിയിലാണ്. നമുക്ക് നമ്മുടെ സ്കൂളുകള് അല്ലെങ്കിൽ നമ്മൾ പോകുന്ന മറ്റ് സംഘടനകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്തരം പോളിസികളൊന്ന് ചിന്തിച്ചു. അവിടെ ആരും പോളിസി മേക്കർ ഒന്നും ഇല്ല. അവിടെ നമ്മൾ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മളെ പോലെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള കുറച്ച് പേരാണ് അവിടെ പോളിസികൾ ഉണ്ടാക്കുന്നത്. ഈവൻ ഈ റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഈ ഫുഡ് റിലേറ്റഡ് പോളിസി നമുക്കുണ്ടാക്കിക്കൂടെ? അങ്ങനെയും നമുക്കതിൽ വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ഇന്നിപ്പോഴ് ബ്ലൂ സോണിനെ പറ്റിയിട്ട് വളരെ കംപ്രസ് ചെയ്തിട്ട് പറയുന്നുണ്ടെങ്കിൽ പറയാനുള്ളത്. ബാക്കി നമുക്ക് കുറച്ചു നേരം ഡിസ്കഷനിലേക്ക് പോവാം. താങ്ക് യു സാർ. തീർച്ചയായിട്ടും ബ്ലൂ സോൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇക്കിഗായി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ അറിവോടുകൂടി നമ്മളെല്ലാവരും ആകാംക്ഷയോടെ നോക്കുകയാണ്. പക്ഷെ നമുക്ക് കേരളത്തിലോ ഇന്ത്യയിലോ ഒരു ബ്ലൂ സോൺ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് അതിനകത്ത് പ്രസക്തമായത്. അതിനുണ്ടാക്കണം. അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചും, പ്രത്യേകിച്ച് ഫൈബർ കൂടുതലുള്ള എന്താ പറയുന്നത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സുകൾ, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഒത്തിരി കാര്യങ്ങളൊന്ന് പറഞ്ഞ് ചർച്ച ചെയ്യാം. ഓക്കെ, ആരാണ് പറയുന്നത്? റോയ് സർ ആണ്. റോയ് സർ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നമ്മൾ 5 ബ്ലൂ സോൺസിനെയാണ് ഇപ്പൊ സാറോട് എക്സ്പ്ലെയിൻ ചെയ്തത്. എന്നിട്ട് അവരുടെ ലൈഫ് എക്സ്പെക്റ്റൻസിയും അവരുടെ ജീവിത രീതിയും കൂടി കമ്പയർ ചെയ്താണല്ലോ നമ്മൾ ഇതിലേക്ക് ഒരു മാതൃക ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴായിട്ടും ഒക്കെ പലയിടത്തും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ അതൊരു ഓർഡർ ആക്കി എടുക്കുന്നതിനുള്ള ഒരു ഗൈഡ് ലൈൻസ് നമ്മൾ തന്നെ ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഇതിനകത്ത് വളരെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. പക്ഷെ അത് നമ്മളിത് മനസ്സിലാക്കുകയും ഈ ബ്ലൂ സോണിലുള്ള ഇത് മനസ്സിലാക്കുകയും അതിന് പറ്റിയ ഘടകങ്ങൾ ഇന്നൊക്കെയാണെന്ന് തിരിച്ചറിയുകയും ചെയ്തതിന് ശേഷം നമ്മളിൽ അതിനെതിരായിട്ടുള്ള എന്തൊക്കെ ഉണ്ട് എന്ന് കണ്ടുപിടിച്ച് അത് മാറ്റുവാൻ നടത്തുന്ന ഒരു ശ്രമമായിരിക്കും നമുക്ക് ഈ പറഞ്ഞ ബ്ലൂ സോൺ കീപ്പ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് എൻ്റെ ഒരു ഈ ഇതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങൾ പലരായിട്ടും പലപ്പോഴും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതിനൊരു ബേസ്, ഇപ്പോ സനിൽ സാറിന്റെ പ്രസന്റേഷനിൽ ഒരു ബേസ് ബ്ലൂ സോൺ. കാരണം 5 പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ആയുസ്സും ആരോഗ്യത്തോടെയും കൂടിയ ആൾക്കാർ ജീവിക്കുന്ന 5 സോണ് അവരുടെ സ്വഭാവ രീതികൾ അനലൈസ് ചെയ്യുന്നു. അവരുടെ ഭക്ഷണങ്ങൾ, അവരുടെ സോഷ്യൽ ലൈഫ് എങ്ങനെ, ഇതെല്ലാം കൂടെ പറയുന്ന ഒരു ഭാഗം നമ്മളും അഡോപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇതിന് കുറേം കൂടി വിശ്വസനീയമായ ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ഈ ഫൈബർ ഫുഡ് കഴിക്കണം, മീറ്റ് വെജിറ്റേറിയൻ വേണം, ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ഉണ്ട്. പലരും പറയുന്നുണ്ട്. പ്രകൃതി ലൈഫ് ഇതിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അലോപ്പതി ഡോക്ടർമാരും കുറെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ പറയുന്നുവെങ്കിലും ഇതൊന്നും ഫോളോ ചെയ്യാൻ ആൾക്കാർ തയ്യാറല്ല. ഭക്ഷണത്തിന്റെ രുചിയും
ആണ് ഏറ്റവും കൂടുതൽ ഇതായിട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ രുചികരമായ ഒരു ഭക്ഷണം ഉണ്ടാക്കി എടുക്കണമെങ്കിൽ നമ്മുടെ കുട്ടികളെ തന്നെ അതിന് തയ്യാറാക്കി എടുത്താൽ മാത്രമേ ഇങ്ങനെയുള്ള ലൈഫ് എക്സ്പെക്റ്റൻസി പ്രൊലോങ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ മോഡേൺ ആയി വരും തോറും ഇതൊക്കെ മാറി ഈ പറഞ്ഞ ഇതിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഫോളോ ചെയ്തു പോകുന്നത്. അതുകൊണ്ട് അവരുടെ അടുക്കിൽ നിന്നും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എങ്കിലും നമ്മൾക്ക് ഈ വക കാര്യങ്ങളാണ് ഉള്ളത് എന്നൊരു ബോധ്യം നമ്മളിൽ ഉള്ളതും കഴിയുന്നതും മറ്റുള്ളവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുകയും ചെയ്യുകയും പറ്റുകയുള്ളൂ എന്നതാണ് എനിക്ക് പറയാറ്. എനിവേ ഇത് കാര്യകാരണ സഹിതമുള്ള ഒരു പ്രസന്റേഷൻ ആണ് എന്നുള്ളത് കൊണ്ട് കുറെയൊക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. താങ്ക് യു സർ. ഇതില് മുമ്പ് ഐ തിങ്ക് ഞങ്ങള് ഈ ഹെൽത്ത് വെബിനാർസ് തുടങ്ങിയ സമയത്ത് ആദ്യത്തത് 4 pillars ഓഫ് ഓപ്റ്റിമൽ ഹെൽത്ത് എന്നാണ് എന്റെ ഓർമ്മ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 പില്ലറിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങള് വളരെ അൺനോയിങ്ലി ഫോളോ ചെയ്ത 5 സ്ഥലങ്ങളാണ് ഇവയൊക്കെ. ഈ 4 പില്ലർ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. മുമ്പ് ഒരുപക്ഷെ ഡയബറ്റീസ് സെഷൻ എടുത്ത സമയത്തും ഒക്കെ ഈ 4 കാര്യങ്ങളിൽ തന്നെയല്ലേ നമ്മൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ നിൽക്കണം എന്ന് പറയുന്നത്. അപ്പൊ അത് അൺനോയിങ്ലി മീൻസ് അവര് എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ടോ അല്ലാതെ നാച്ചുറലി അവരുടെ ഒരു പാർട്ട് ഓഫ് ലൈഫായിട്ട് അല്ലെങ്കിൽ അവരുടെ വേ ഓഫ് ലൈഫായിട്ട് വന്നപ്പോഴാണ് അതൊരു ഹെൽത്തി ഏജിങ് എന്നുള്ള രീതിയിലേക്ക് എത്തിയത്. സാറിപ്പോ പറഞ്ഞപ്പോ ആഴ്ചയില് 5 ദിവസം നമ്മള് വളരെ സ്പീഡില് മീൻസ് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അങ്ങനെ സ്പീഡ് ആയതുകൊണ്ട് പല രീതിയിലും നമ്മൾ പല കോംപ്രമൈസും ചെയ്തിട്ട് പോകും. പിന്നെ ശനി ഞായറും അല്ലേ, അന്നത്തെ ദിവസങ്ങളിൽ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് പോകും. ഷാജി സാർ കേൾക്കാവോ? ഷാജി മാത്യു സാർ, തോമർ സാർ പറയും. നാക്കിന് വേണ്ടി നാക്കിന് വേണ്ടിയാണ് ആളുകൾ ആഹാരം കഴിക്കുന്നത്, ആരോഗ്യത്തിന് വേണ്ടി ആരും ആഹാരം കഴിക്കുന്നില്ല. അതുകൊണ്ട് ഡോക്ടർമാരെ കാണുന്നത് രോഗത്തിന് വേണ്ടിയാ, രോഗിക്ക് വേണ്ടി ആരും കാണുന്നില്ല, ആരും ചികിത്സിക്കുന്നില്ല, രോഗത്തെ ചികിത്സിക്കുന്നില്ല. കണ്ണിന് വേറെ ഡോക്ടർ, നാക്കിന് വേറെ ഡോക്ടർ, എല്ലിന് വേറെ ഡോക്ടർ. അല്ല, രോഗിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതിനെ വ്യക്തമായ കുറച്ച് വിവരങ്ങൾ കിട്ടി, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയാൽ കൊള്ളായിരുന്നു. ഇനി ഒരു ക്ലാസ് കൂടെ സാർ എടുക്കണമെന്ന് ചോദിക്കുന്നു. നല്ല ക്ലാസ് ആയിരുന്നു, നല്ല കാര്യങ്ങൾ മനസ്സിലായി. ഓക്കെ, നമസ്കാരം സാറേ. ഇതിനകത്ത് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനില്ല. നമ്മളുടെ തന്നെ കാരണവന്മാരായിട്ടുള്ള ആൾക്കാർ ഈ 85-ന് മുകളിൽ 90-92 ഒക്കെ ജീവിക്കുന്നവരുടെ ജീവിത രീതി തന്നെ നമുക്കൊന്ന് അസസ് ചെയ്ത് നോക്കിയാൽ കുറെ ഫാക്റ്റ് ഒക്കെ നമുക്ക് തന്നെ കണ്ടുപിടിക്കാം. പക്ഷെ നമ്മളത് കണ്ടുപിടിക്കുന്നില്ലല്ലോ. നമ്മൾ തന്നെ വിചാരിക്കണം, ഗവൺമെന്റോ മറ്റു കച്ചവടക്കാരോ വിചാരിക്കില്ല. കച്ചവടക്കാർക്ക് നമ്മൾ വിചാരിക്കണം. കച്ചവടക്കാരൊക്കെ ഇപ്പൊ ഓരോ വിശേഷങ്ങൾ കൂട്ടുന്ന ആരാ കൊണ്ടുവരുന്ന? കച്ചവടക്കാരാ, നമ്മളല്ല. പല പിന്നെ വിശേഷ കച്ചവടക്കാർ കൊണ്ടുവരുമ്പോ നമുക്ക് തെരഞ്ഞെടുക്കണോ വേണ്ടി തീരുമാനിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അല്ല, കച്ചവടക്കാർ കൊണ്ടുവരുന്നത് നമ്മുടെ താല്പര്യം കൊണ്ടാ, അല്ലെ അവർ കൊണ്ടുവരികയല്ല. ഇത് ഒരു ഫുഡ് ടൈപ്പ് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു ബിസ്ക്കറ്റ് ഈ ക്രീമൊക്കെ വെച്ചുള്ളതാ, അതൊരു പുതുമയായിട്ട് തോന്നി ആൾക്കാരൊക്കെ അതിന്റെ പുറകെ അങ്ങ് പോവുക. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഒരു ബേക്കറിക്കാരൻ പറയുകയത് ഇത് ഉടനെ ബേക്കറിയില് ഒരു പുതിയ സൈസ് ബിസ്ക്കറ്റുമായിട്ട് വന്നിരിക്കുക, ഇത് TV-യിൽ ആഡ് കൊടുത്തിട്ടുണ്ട്, അപ്പൊ മിക്കവാറും ഇത് വരും, അപ്പൊ അതുകൊണ്ട് എടുത്തു വെച്ചു എന്നാ പറയുന്നത്. അപ്പൊ പ്രായം കുഞ്ഞുങ്ങൾ മാത്രമല്ല, പ്രായമുള്ളവർ ഇങ്ങനെ തന്നെയാണ് അല്ലെ, വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ. ജോർജ് സാർ പറയും. ഒക്കെ ഏതായാലും അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെയൊക്കെ ആളുകൾ കഴിയുന്നുണ്ട് എന്ന് അറിയുമ്പോൾ ഒരു ആവേശം തോന്നാറുണ്ട്. പക്ഷേ ഇതൊക്കെ എപ്പോഴാണ്, എവിടെയാണ് നമ്മുടെ ഇടയിൽ പ്രാവർത്തികമാക്കാൻ പറ്റുക? ഒറ്റയ്ക്കൊരാൾ വിചാരിച്ചാൽ സാധ്യമാണോ? ആ പ്രദേശങ്ങളിലൊക്കെ അങ്ങനെ
ഇതെങ്ങനെയാണ് അവിടെ അത് രൂപപ്പെട്ട് വന്നത്? ഒരു ഗ്രൂപ്പ് ജനങ്ങൾ ഒന്നിച്ചു വരികയായിരുന്നോ, അതോ ആരെങ്കിലും ഒറ്റയ്ക്ക് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തപ്പോൾ അതിനെ ഫോളോ ചെയ്തതാണോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇപ്പോൾ ഒരുപാട് ക്ലാസ്സുകളും ഒരുപാട് സെമിനാറുകളും ആരോഗ്യ ബോധവൽക്കരണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എവിടെ സോറി ആരൊക്കെയാണ് ജീവിക്കാൻ തുടങ്ങുക എന്നുള്ളത് സംശയകരമാണ്. ഇനി അതങ്ങനെ ഒരു കൾച്ചറ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? അപ്പൊ പറയും ഓരോരുത്തരങ്ങ് തുടങ്ങിക്കോ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കൊരു വീട്ടിൽ ഇന്നത്തെ സാഹചര്യത്തില് ഇത് വല്ലതും സാധിക്കുമോ? അങ്ങനെയൊക്കെയുള്ള കുറെ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ ഒരാൾ വിചാരിച്ചത് കൊണ്ട് മാത്രം. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കുറെ പ്രകൃതി സ്നേഹികൾ ഉണ്ടായിരുന്നു. പ്രകൃതി ഭക്ഷണത്തെക്കുറിച്ചും പ്രകൃതി അവരും തന്നെ പിന്നീടുണ്ടോ, അവരുടെ വീട്ടുകാരുണ്ടോ ഒക്കെ വലിയൊരു പ്രശ്നമാണത്. അപ്പോ ഇത് നമ്മുടെ ഇവിടെ എങ്ങനെ ഇത് പ്രയോഗത്തിൽ വരുത്താൻ പറ്റും? അതിനെക്കുറിച്ച് കൂടി ഒരു അവതരണം അല്ലെങ്കിൽ ഒരു അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അറിവ് തീർച്ചയായിട്ടും നല്ലതാണ്. നമ്മൾ ഒരുപാട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ അറിയുന്നുണ്ട്. പിന്നെ ഒരു ഡൗട്ട് പലപ്പോഴും ഉണ്ടാകുന്നത്, നമ്മുടെ രാജ്യത്ത് ഒരു കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ 20-ാം നൂറ്റാണ്ടിന്റെ തന്നെ ആരംഭത്തിൽ, പ്രത്യേകിച്ച് ഈ സ്വാതന്ത്ര്യ കാലഘട്ടത്തിന്റെ അടുത്ത് പോലും ബഹുഭൂരിപക്ഷം ആളുകളുടെയും ദൈർഘ്യം വളരെ കുറവായിരുന്നു എന്നുള്ള ഒരു 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 കാഴ്ച അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അറിവ് എനിക്ക് ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു, അങ്ങനെ കേട്ടിട്ടുള്ളത് പോലെ തോന്നുന്നു. അപ്പോ അന്നൊക്കെ ആളുകൾ ഇതേപോലത്തെ ഇപ്പം നമ്മൾ പറയുന്ന ഈ പരസ്യങ്ങളിൽ കാണുന്ന സൈസ് ഫാസ്റ്റ് ഫുഡോ അങ്ങനത്തെ ഒന്നും കഴിച്ചിരുന്ന ആളുകളല്ലല്ലോ. എന്നിട്ട് അവരുടെ ആയുസ്സൊന്നും അങ്ങനെ വലിയതായിട്ട് അങ്ങ് കണ്ടമാനം വർദ്ധിച്ചതായിട്ടൊന്നും മനസ്സിലാക്കുകയും ചെയ്തില്ല. അപ്പൊ ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഏതായാലും ഇങ്ങനെ കുറെ മനുഷ്യരൊക്കെ ജീവിക്കുന്നുണ്ട്. നമ്മൾ ഇക്കിഗായിയെ കുറിച്ച് കേൾക്കുന്നു, ഇപ്പൊ ഈ പറഞ്ഞ ബ്ലൂ സോൺ കേൾക്കുന്നു. അപ്പൊ ഇതൊക്കെ ഏതായാലും അറിവ് നല്ലതാണ്. ഇതെങ്ങനെയാണ് ഇതിപ്പോ നമ്മൾ മറ്റൊരാളോട് പറയുമ്പോഴും ഇപ്പൊ ഞാൻ ഈ പറയുന്നത് പോലെയുള്ള എതിർവാദങ്ങളോ ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് വരാറുണ്ട്. പിന്നെ വേറൊരു ആളുകൾ ചോദിക്കും, ഒന്നും കഴിക്കാതെയും ഇതൊന്നും അറിയാതെയും കുറെ കാലം ജീവിച്ചിട്ടെന്നാ കാര്യം എന്ന് ചിന്തിക്കുന്ന കുറെ പേരുമുണ്ട്. ഈ ഒരു വിഷമവൃത്തത്തിലാണ്. ഈ വിഷമവൃത്തത്തിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു ഗ്രൂപ്പിനെ എടുത്ത് നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു കൊച്ചു ഗ്രാമത്തില് ഇങ്ങനെ ജീവിക്കുന്നവരെയൊക്കെ എന്തെങ്കിലും ഒന്ന് എടുത്ത് കാണിക്കാൻ പറ്റുമായിരിക്കുമോ? ഓക്കെ, എന്തായാലും സാറിന്റെ ഉദ്യമത്തിനെയും പഠനത്തെയും അത് പകർന്നു നൽകാനുള്ള വലിയ വിചാരത്തെയും ഒക്കെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അത് കേൾക്കാൻ കിട്ടിയ ഭാഗ്യത്തെയും സന്തോഷത്തോടെ തന്നെയാണ് ഓർക്കുന്നത്. നമ്മളും കാത്തിരിക്കുന്നു എവിടെങ്കിലും നമുക്കിനിയും പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, അല്ല എനിക്ക് പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും അങ്ങനെ ഒരു ലോകം നമ്മുടെ നാട്ടിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു വെരി മച്ച്. സാറേ, പല ഫാമിലികളിലും ആയുസ് കൂടുതലായിട്ടുള്ള ആൾക്കാരുള്ള കുടുംബങ്ങളുണ്ട് തലമുറകളിൽ. എന്നാൽ വളരെ ഷോർട്ടായിട്ടുള്ള ആയുസുള്ള ഉണ്ട്. പക്ഷെ അവിടെ ഒരു സ്റ്റഡി നമ്മൾ നടത്തിയിട്ടില്ല. ഇതുപോലെ ബ്ലൂ സോൺ വരത്തക്ക രീതിയിലുള്ളത് ഇല്ല. അല്ല, അപ്പൊ എനിക്ക് ഇപ്പൊ റോഹിത് സാർ ഇത് പറഞ്ഞപ്പോഴാണ്, അപ്പൊ നമ്മള് ചില ഒറ്റപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം. നല്ല ആയുസ്സുള്ള ആളുകളെ നമ്മളെടുക്കുമ്പോ ആരോഗ്യത്തിന്റെ പറയുമ്പം അത് വാസ്തവത്തിൽ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ഞാൻ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ പറയാം, എന്റെ ഉത്തമ ബോധ്യത്തിലുള്ളത്. എന്റെ ഫാദർ ഇൻ ലോയ്ക്ക് 84 വയസ്സുണ്ട്. പുള്ളിക്കാരന് ഷുഗറും ഇല്ല, BP ഇല്ല, കൊളസ്ട്രോളും ഇല്ല, ഒന്നുമില്ല. ഇപ്പോഴും ഈ അടുത്ത കാലത്ത് പുള്ളിക്ക് ഇച്ചിരി അസുഖങ്ങളൊക്കെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുവരെ ഇപ്പോഴും അത് കഴിഞ്ഞ് അതിൽ നിന്നൊക്കെ പുള്ളി റിക്കവർ ചെയ്തു. പുള്ളി ഒരു സാമാന്യം
നല്ലവണ്ണം ഭക്ഷണവും കഴിക്കും. അതായത് ഈ നമ്മുടെ ഈ ലോക്കൽ ഭക്ഷണം, സാധാരണ ഭക്ഷണം, നമ്മുടെ നാടുമ്പുറത്തുള്ള ഭക്ഷണം. അതുപോലെ തന്നെ നന്നായിട്ട് ഇറച്ചി കഴിക്കും, നന്നായിട്ട് മീൻ കഴിക്കും. എന്നാൽ ഈ പറയുന്ന വലിയ ഭയങ്കര എക്സർസൈസ് ഒന്നുമില്ല. രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകും. അതായിരുന്നു പുള്ളിയുടെ ഏറ്റവും വലിയ എക്സർസൈസ് എന്ന് പറയുന്നത്. പിന്നെ നാട്ടിലെ പിന്നെ അത്യാവശ്യക്കാർ വലിയ അധ്വാനമൊന്നും പുള്ളി ചെയ്തിട്ടുമില്ല. പുള്ളിയുടെ സഹോദരന്മാരിലെ ചിലരൊക്കെ നല്ല സൂപ്പറായിട്ട് അധ്വാനിക്കുന്നവരുണ്ടായിരുന്നു. ആ ഏറ്റവും നന്നായിട്ട് അധ്വാനിച്ചത് പുള്ളിയുടെ ഏറ്റവും ഇളയ സഹോദരനാണ്. പുള്ളി 52ാമത്തെ വയസ്സിൽ മരിച്ചു പോയി. വളരെ ഗംഭീരമായിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് കാണുന്നുണ്ട്. നന്നായിട്ട് അധ്വാനിക്കുന്ന ഒരു മനുഷ്യനെ പുള്ളിയായിരുന്നു. പുള്ളി മരിച്ചുപോയി. ഈ പിന്നെ എൻ്റെ ഫാദറിൻലോ നല്ല ആരോഗ്യവാനായിട്ട് ജീവിക്കുന്നു, കുഴപ്പമില്ല. പിന്നെ നല്ല ശരീരമുണ്ട്, നന്നായിട്ട് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നു. അപ്പൊ ഇത് ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ. അപ്പൊ ഇങ്ങനെ ഒറ്റപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ആണോ ആരോഗ്യം, അല്ലെങ്കിൽ എന്നൊക്കെ പറയാൻ പറ്റുന്നില്ല. ഓക്കെ, പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്. ഈ തണുപ്പുള്ള തണുപ്പുള്ള സ്ഥലങ്ങളിലെ ഓറഞ്ചും ആപ്പിളും ഒക്കെ ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ബ്ലൂസോണിൽ ചിലപ്പോൾ ചില ഏരിയകളൊക്കെ കണ്ടേക്കാം. പഠനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. അതെ അതെ. ഷാജി സാർ കേൾക്കുന്നു. ഇതില് ഒറ്റപ്പെട്ട ഫാമിലിയിലുള്ള അല്ലെങ്കിൽ ഈവൻ എന്റെ മുത്തശ്ശി 98ാമത്തെ വയസ്സിലാണ് മരിച്ചത്, കഴിഞ്ഞ മുന്നത്തെ വർഷം 2000. അതും കോവിഡ് വന്നിട്ടല്ല. മീൻസ് ഇങ്ങനെയുള്ള ആ ലാസ്റ്റ് ഒരു മാസം മുമ്പ് വരെ അവരുടെ എല്ലാ പരിപാടികളും ഇൻക്ലൂഡിങ് വസ്ത്രം അലക്കുന്നത് പോലും അവർ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരുന്നവരാ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരാളുടെ കാര്യം പഠിക്കുന്നത് കൊണ്ട് അവര് പാസീവ് സ്മോക്കിംഗ് ഉണ്ടായിരുന്നോ, വീട്ടില് ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ സ്മോക്ക് ചെയ്യോ, ഇങ്ങനെയുള്ള കുറെ, ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രം. ഇതുപോലെയുള്ള കുറെ ഫാക്ടേഴ്സ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ബ്ലൂ സോണിനെ പറ്റിയിട്ട് നാഷണൽ ജിയോഗ്രഫി എന്നുള്ള അദ്ദേഹം പഠിച്ചത് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ട് അതിൽ നിന്ന് മറ്റുള്ളവർക്കും എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും മനസ്സിലാക്കാനുണ്ടെങ്കിൽ ആസ് എ സൊസൈറ്റി, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ആസ് എ ഫാമിലി എങ്കിലും ഒരു ചെറിയ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട്. ഇപ്പോ ജോഷി സാർ പറഞ്ഞ പോലെ തന്നെ ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉള്ള ആൾക്കാരില് വിപ്ലവം എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്കൊക്കെ ഈ സാധു ബീഡിയും അല്ലെങ്കിൽ ഇതൊക്കെ ഓർമ്മ വരുന്ന ഒരു, കട്ടൻ ചായയും കട്ടൻ കാപ്പിയും അല്ലെങ്കിൽ സാധു ബീഡിയും ഒക്കെ ഓർമ്മ വരുന്ന ഒരു സമയമുണ്ട്. ടൊബാക്കോ യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ ലോങ്വിറ്റി അല്ലെങ്കിൽ പ്രായം ഒരുപാട് ഉണ്ടാവാറില്ല. അത് പല കാരണം കൊണ്ട്. ലങ് ക്യാൻസർ ആവണമെന്ന് നിർബന്ധം, പല കാരണം കൊണ്ട്. നമ്മുടെ യൂസേജ് മുമ്പ് ഖൈനി എന്ന് പറയുന്ന സാധനം കേരളത്തിൽ യൂസ് ചെയ്യുന്ന ആൾക്കാര് വളരെ കുറവായിരുന്നു. ഇന്ന് അത് പറയും. നോർത്ത് ഇന്ത്യൻസിനല്ല ഞാൻ പറയുന്നത്, കേരളത്തിലുള്ള നോർത്ത് ഇന്ത്യൻസിനല്ല പറയുന്നത്. മീൻസ് നോർത്ത് ഇന്ത്യൻസ് കേരളത്തിൽ വന്നതിന് ശേഷം കേരളത്തിലുള്ള ഒരുപാട് ആൾക്കാർ ആ സ്വാധീനത്തിൽ മാറിയിട്ട് ഖൈനി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പാൻ പരാഗം ഇതൊക്കെ ഈവൻ ബാൻ ചെയ്ത സമയത്ത് കൂടിയാണ് ഞാൻ പറയുന്നത്. കണ്ണൂർ ഇതിനടുത്ത് പിടിച്ചിരിക്കുന്നത് എത്രയാ? നമ്മള് ആ ഒരു ടെമ്പററി ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഈവൻ നമ്മുടെ ആരോഗ്യം കൊടുക്കാൻ തയ്യാറാ. കാരണം അത് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നൊന്നല്ല. പക്ഷെ നമുക്ക് സന്തോഷം അവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടി. ഈ മെത്തേഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് തന്നെയാണ് ടേസ്റ്റ് നോക്കിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നതും. നോൺ വെജോ അല്ലെങ്കിൽ ബാക്കി സാധനങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നത് ഒഴിവാക്കാനല്ല പറയുന്നത് ആരും. അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിലല്ല അവരൊന്നും ജീവിച്ചിട്ടുള്ളത്. ഈവൻ പുറത്ത് ഇത്രയും ജീവിച്ചു എന്ന് പറയുന്ന ആൾക്കാരൊന്നും, ഇത്രയും ലോങ്വിറ്റി ഉണ്ടെന്ന് പറയുന്ന ആൾക്കാരൊന്നും ആ ഒരു രീതിയിലല്ല മാറുന്നത്. മെഡിക്കൽ സയൻസ് തീർച്ചയായിട്ടും ലൈഫ് ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. എന്നാൽ അതിനുശേഷം ആരോഗ്യം നമ്മൾ മെഡിക്കൽ സയൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിർത്താൻ പറ്റുമോ? കാരണം അവർ ആ ഒരു രീതിയിൽ ഇപ്പൊ അടുത്ത കാലത്താണ് ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് പോലും അവർ കൊണ്ടുവന്നത്. നമുക്ക് മരുന്നല്ലല്ലോ ജീവിക്കാൻ വേണ്ടത്, ഭക്ഷണവും ന്യൂട്രീഷനും അല്ലേ. അപ്പൊ ഈ ഒരു സാധനത്തിന് മെഡിക്കൽ സയൻസ് പോലും ഇപ്പൊ അടുത്ത കാലത്തെ വന്നിട്ടുള്ളൂ, ആ ഒരു രീതിയിലേക്ക് വന്നിട്ടുള്ളൂ എങ്കിൽ നമ്മുടെ ജീവിതശൈലിയിൽ തന്നെ മാറ്റം കൊണ്ടുവരണം, ഇൻക്ലൂഡിങ് തോട്ട് പ്രോസസ്. ഒരുപാട് കൺഫ്യൂഷനിലേക്ക് പോകേണ്ടത് കൂടിയാണ് തീർച്ചയായിട്ടും നമ്മുടെ ആറ്റിറ്റ്യൂഡിന് ഏറ്റവും നല്ലത്. എന്താണോ നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് അത് സന്തോഷത്തോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റുക. ആക്ച്വലി ഇത് ബ്ലൂ സോൺസ് ഓഫ് ഹെൽത്ത് ആണ് ഞാൻ ഇന്ന് സംസാരിച്ചത്. ബ്ലൂ സോൺസ് ഓഫ് ഹാപ്പിനെസ് ഉണ്ട്.
ഈസ് ഇറ്റ് പോസിബിൾ? നമുക്ക് ആരോഗ്യമില്ലാതെ സന്തോഷത്തോടു കൂടി ഇരിക്കാൻ പറ്റും? No, ഈ never. പറയുന്ന അതേ സ്ഥലങ്ങളിൽ 2 എണ്ണം ബ്ലൂ സോൺസ് ഓഫ് ഹാപ്പിനെസ്സിൽ വരുന്നതാണ്. അപ്പോ ഇൻക്ലൂഡിങ് സിംഗപ്പൂർ പോലെയുള്ള രാജ്യങ്ങൾ പോലും ഇത്രയും മോഡേൺ ആയിട്ടും അവരുടെ ഗവൺമെന്റിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ജനങ്ങളിൽ നിന്നോ അങ്ങനെയുള്ള ആക്ഷൻസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മള് സാധാരണക്കാർ തന്നെ ഇപ്പോഴും ഗ്രോയിങ് GDP-യിലാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ഗ്രോയിങ് ആണെങ്കിൽ നമുക്ക് ഇപ്പോഴും ശരിയായ വളർച്ചയ്ക്ക് പറ്റിയ സമയമാണ്. നമ്മൾ വളർന്ന് എന്താ തെങ്ങൊക്കെ വളയുന്നില്ലേ? തെങ്ങൊക്കെ ചിലപ്പോൾ വളഞ്ഞങ്ങ് പോകും. എന്നിട്ട് പിന്നെ അത്രയും വളർന്നതിന് ശേഷം അതിന് കെട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് പിടിച്ചു വലിച്ച് കെട്ടിയിട്ട് ഞാൻ നടക്കുവോ? ആ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അതിന് സൂര്യപ്രകാശം കൊടുത്ത് ആദ്യം മുതലേ നല്ല രീതിയിൽ ഒരേ കുത്തനെയുള്ള വളർച്ചയിലേക്ക് അതിനെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും കൂടുതൽ ഗുണം. യെസ്. അതായത് ബ്ലൂ സോണിന്റെ ക്ലാസ് കേട്ടു. അതായത് ഒരു കാര്യം നമുക്കൊന്ന് വെച്ചാൽ നല്ല ലീഡേഴ്സ് ഇപ്പം നമുക്ക് ഒരുപക്ഷെ കുറവാന്ന് തോന്നുന്നു. ഇപ്പം സനൽ സാറ് പ്രസന്റ് ചെയ്ത ഗ്രൂപ്പ് ലൈഫ് അല്ലെ ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെ ഉട്ടോപ്യൻ രീതിക്കുള്ള ചിലയിടത്തൊക്കെ നടക്കുന്ന കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും പല കാര്യങ്ങൾ വരുന്നപ്പം ക്ലൈമറ്റ് ചേഞ്ച് ഒരു ഘടകമായിട്ട് വരുന്നു. നമുക്ക് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലെ വെള്ളപ്പൊക്കം വരൾച്ച, പിന്നെ ആൾക്കാരുടെ ജീവിത രീതി വളരെ സ്പീഡി ആയിപ്പോയി, ഹെക്റ്റിക് ആയിപ്പോയി, ഫാസ്റ്റ് ഫുഡിന്റെ പുറകെ പോകുന്നു, ടേസ്റ്റിന്റെ പുറകെ പോകുന്നു. ആൾക്കാരുടെ മരണ രീതിയിൽ തന്നെ വ്യത്യാസം. ചില ആൾക്കാർ വളരെ ചെറുപ്പത്തിൽ മരിക്കുന്നു. അപ്പോൾ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ പോകുന്നില്ല. ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്ന് ഇവിടെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളൊക്കെ അവിടെ ഈ പാൻപരാഗ പോലത്തെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന രീതി കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ എല്ലാവരും വേണ്ട രീതിക്ക് എക്സസൈസ് ചെയ്യാതെ നല്ല രീതിയിൽ വീട്ടിലെ കാര്യങ്ങൾ സാധിക്കുക, എല്ലാം ജിമ്മിലേക്ക് പോകുന്ന ഒരു സ്റ്റൈൽ വരുന്നു. അപ്പോൾ അത് ആരോഗ്യം നോക്കി അങ്ങ് പോകുന്നുള്ള രീതിക്കുള്ള ചിന്ത വരുന്നു. പിന്നെ ഈ പല പരസ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ സാധാരണക്കാരനുമായിട്ട് എത്ര കണക്ട് ചെയ്യുന്നു തോന്നാറില്ല. പത്രത്തിലൊക്കെ വലിയ കാറിന്റെ ഒക്കെ പരസ്യം, അത് സാധാരണക്കാരനെ എത്ര കണക്ട് ചെയ്യുന്നു? പിന്നെ കൃഷിയിലേക്കുള്ള താല്പര്യങ്ങൾ പുതിയ തലമുറയ്ക്ക് കുറഞ്ഞു വരുന്നു. പിന്നെ മീഡിയ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. പോസിറ്റീവ് ന്യൂസ് കൊടുക്കാറില്ല പലപ്പോഴും പത്രങ്ങളിൽ. നല്ലതൊക്കെ ചില ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ ചിലപ്പോൾ പോസിറ്റീവ് ന്യൂസിന് കൂടുതൽ കാണുന്നുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നല്ല പോസിറ്റീവിനെ അഡോപ്റ്റ് ചെയ്ത് ജീവിക്കുക. ഇപ്പോൾ റോയ് സാർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അഭിപ്രായത്തോടെ ജോഷ് സാറിൻ്റെ അഭിപ്രായമൊക്കെ ഷെയർ ചെയ്യുന്നു. ഡിസിപ്ലിൻഡ് ലൈഫാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ എൻ്റെ ഫാദറൊക്കെ 93, ഫാദറിൻ്റെ ചേട്ടൻ 94. ഇപ്പോൾ ഫാദറിൻ്റെ ചേട്ടനൊക്കെ കുറച്ച് കെയർലെസ് ആയിട്ട് ജീവിച്ചു, പക്ഷേ ഫുഡ് വളരെ കുറച്ചായിരുന്നു. ഫാദർ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിച്ചു, അതുകൊണ്ട് എന്നാൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അപ്പോൾ ആസ് എ ഫാമിലി എന്ന് ഇപ്പോൾ പറഞ്ഞു. ഇപ്പോൾ ഫാമിലിയിലുള്ളവർ ഇപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ എത്രത്തോളം പുതിയ തലമുറ എടുക്കും എന്നുള്ള കാര്യം. ഇങ്ങനെ ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള രീതിക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ എത്രത്തോളം യഥാർത്ഥ പുരോഗതിയിലേക്ക് ടോട്ടൽ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിലേക്ക് പോകുന്ന കാര്യം നമുക്ക് സംശയമുണ്ട്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ കൂടുന്നുണ്ട്. പുരോഗതി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഈ പുത്തങ്ങളും കാര്യങ്ങളും ഒക്കെ തുടരുന്നുമുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ചില ചിന്തകൾ. സാബു സാർ, സനൽ സാർ, താങ്ക് യു. ജോർജ് സാർ പറയും. താങ്ക് യു സാർ, താങ്ക് യു. സനൽ സാറ് പറയാതെ വയ്യ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരോഗ്യത്തോടുകൂടി മനുഷ്യർ ജീവിക്കുന്നു. അവര് ലോങ് ലൈഫ്, ദീർഘായുസ്സോടെ കഴിയുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു 5 സ്ഥലങ്ങളെ കുറിച്ചും അവരുടെ ജീവിത രീതികളെ കുറിച്ചും സാറ് പറഞ്ഞു. അതിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ ആദ്യമേ പറയട്ടെ. ഇവിടെ ഞാൻ ചിന്തിക്കുക, എറിക് ബേൺ പറഞ്ഞതുപോലെ എല്ലാവരും രാജകുമാരനും രാജകുമാരിയായിട്ടാണ് ജനിക്കുന്നത്. ജനിച്ച് കഴിഞ്ഞിട്ടാ പിന്നെ പ്രശ്നങ്ങളാക്കുന്നത്, നമ്മൾ അവനെ തവളയാക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ ഒക്കെ ദീർഘായുസോടെയും ആരോഗ്യത്തോടെയും ജീവിക്കാൻ വേണ്ടി വിധത്തിലാണ് ഒരു 90%-ലധികവും സൃഷ്ടാവ് വിട്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ സ്റ്റൈൽ മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അത് തിരിച്ചറിഞ്ഞാലും തിരുത്താൻ പറ്റാത്ത സാഹചര്യം നമ്മുടെ ചുറ്റിലുണ്ട്. നമ്മൾ വരിഞ്ഞു മുറുക്കി പിടിച്ചിരിക്കുക. അതൊക്കെ ഒത്തിരി ഘടകങ്ങളാണ്. എത്ര പറഞ്ഞാലും തീരാത്ത അത്രയാണ്. നമ്മുടെ അറിവ് മാത്രമല്ല, ഈ പ്രകൃതിയുടെ നിഗൂഢത മുഴുവൻ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു എന്നോ അറിയണമെന്നോ ഒരു വാശി പിടിച്ചിട്ടും കാര്യമൊന്നുമില്ല. നമ്മൾ അറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ
നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്ന ആ ഒരു ഫ്രെയിമിനുള്ളിലായിരിക്കില്ല ഇവരുടെയൊക്കെ ആരോഗ്യ രഹസ്യങ്ങൾ. പക്ഷെ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. കോമൺ ഫാക്ടേഴ്സ് ഒക്കെ സാറ് പലതും എടുത്തു പറയും. എനിക്കിപ്പോ തോന്നുന്ന ഒരു കാര്യം, കൂരിരുട്ടില് നമ്മൾ ഇരുട്ടിനെ പഴിക്കണ്ട എന്ന് പറയുമ്പോൾ നമുക്കൊരു ചെറിയ തിരി കത്തിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ ഇതുപോലെയുള്ള നോളജ് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്ന റിസോഴ്സ് പേഴ്സൺസ് ധാരാളം. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഒരു ബ്ലൂ സോൺ നമ്മളുടെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് തുടങ്ങുന്നു. കേരളത്തിന് പുറത്ത് വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് വരെ കേൾക്കുന്നവർ ധാരാളം ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. എന്നും അവരാരും വരുന്നില്ലെങ്കിലും ഒത്തിരി പേരുണ്ട്. നമുക്ക് എന്തുകൊണ്ട് ഒരു 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 പ്രസ്ഥാനമായി മാറിക്കൂടാ? ഇങ്ങനെ ഒരു ആശയം പങ്കുവെക്കാം. നാളെ തന്നെ ഇന്ദ്രജാലം നടക്കില്ല, പക്ഷേ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് പറഞ്ഞു തുടങ്ങിയ ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട് എന്ന് നാളത്തെ ലോകം അറിയുക. അതുപോലെ ആരെങ്കിലുമൊക്കെ അതിന്റെ പ്രചാരം ഏറ്റെടുക്കാനും കൂടെ വന്നാലോ, ആരെങ്കിലുമൊക്കെ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തോളൂ. അപ്പോൾ ഒരു ഐഡിയൽ ലൈഫ് സ്റ്റൈൽ, ഒരു ഗൈഡ് ലൈൻ ഒക്കെ കൊടുത്തുകൊണ്ട് വരാൻ പറ്റുന്ന നേതൃത്വമൊക്കെ കിട്ടിയാൽ എനിക്ക് തോന്നുന്നു നമുക്ക് ആ കൂട്ടത്തിൽ സന്തോഷത്തോടെ അത് കണ്ട് സന്തോഷിച്ച് ജീവിക്കാൻ ഒരവസരം കിട്ടിയേക്കാം. ഓക്കെ, സാധിക്കുമെന്നുള്ള ഒരു തോന്നലുണ്ട് പറ്റുന്നിടത്തോളം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ജോർജ് സാറിന്റെ ബനിയനിൽ ഒരു ബ്ലൂ ലൈൻ ഉണ്ട്. ജോർജ് സാറേ, ഞാനത് ഇപ്പോഴാ ശ്രദ്ധിച്ചോ സാറേ. അപ്പൊ അവിടെ തുടങ്ങാം. ഓക്കെ ഓക്കെ, ചന്ദ്രകാം കേൾക്കുന്നുണ്ടോ? നാഷ്, ഇന്ദിര മാം, അബ്ദുൾ റഹീം സാർ. വളരെ ചിന്തിക്കേണ്ടത്, എന്നാൽ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് ചേർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളത്, എപ്പോഴും എൻവയോൺമെന്റിന്റെ സഹായം ആവശ്യമുള്ളത്, നല്ല മനസാന്നിധ്യം ആവശ്യമുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള ഒരു തലങ്ങളാണ്. അപ്പം സാർ പറഞ്ഞത് ഒട്ടും നിസ്സാരമായ ഒരു കാര്യമല്ല. ചിന്തിച്ചാൽ ഒരു പക്ഷെ നടക്കാം. പക്ഷെ അതിന്റെ ആദ്യത്തെ വ്യക്തി നമ്മളായി മാറുക എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം എളുപ്പ വഴിയിലും കുറുക്കു വഴിയിലും ഒക്കെ ജീവിക്കുന്നവരാണ് പൊതുവെ, പ്രത്യേകിച്ച് മലയാളികൾ. 100% ഒന്നും കഴിഞ്ഞില്ലെങ്കിലും സാറേ 1% തുടങ്ങാം. ശരിയായ അപ്രോച്ച് ആണിത്. മീൻസ് നമ്മള് ഇതിൽ നിന്ന് ഇപ്പൊ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു പാറ്റേൺ 100% നാളെ മുതൽ തുടങ്ങാനതിന് പകരം 1% അല്ലെങ്കിൽ 0.1% നമ്മള് ചിലപ്പോ 60-70 ആവുമ്പോഴേക്കും തട്ടിപ്പോവായിരിക്കും. കുഴപ്പമില്ല. നമ്മള് കണ്ടിട്ട് പഠിക്കുന്ന നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ 80-85 ജീവിക്കും ആരോഗ്യത്തോടെ. അവരുടെ നെക്സ്റ്റ് ജനറേഷൻ അപ്പോഴാണ് സെന്റിനറിയൻസ് ആവുന്നത്. അല്ലെങ്കിൽ ഇതിന് സമയമെടുക്കും. 100 വയസ്സ് ആവണമെങ്കിൽ 100 വർഷം എടുക്കും. അല്ലാതെ നാളെ തന്നെ 100 വയസ്സാവില്ലല്ലോ. എത്ര വലിയ പുഴയും തുടങ്ങുന്നത് ചെറിയ അരുവിയാണല്ലോ. നമ്മള് പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് അവിടെയാണ്. ഈ ആരോഗ്യത്തിനെ പറ്റിയിട്ടുള്ള കൺസെപ്റ്റിൽ തെറ്റിദ്ധരിക്കുന്നത് നാളെ തന്നെ ആരോഗ്യം വരും എന്നുള്ളതാണ്. ഇന്നലെ അല്ല നിങ്ങളുടെ ആരോഗ്യം മോശമായത്, എന്നിട്ട് ഇന്ന് ചികിത്സിക്കാൻ പോയതല്ല. അതുകൊണ്ട് തന്നെ നാളത്തേക്ക് ആരോഗ്യം തിരിച്ചു വരുമെന്ന് വിചാരിക്കരുത്. ആരോഗ്യമായാലും ലോങ്വിറ്റി ആയാലും ജീവിതം ജീവിച്ച് തീർക്കണമെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള സ്റ്റെപ്പും അതിൻ്റെതായിട്ടുള്ള സമയവും നമ്മൾ കൊടുക്കണം. അത്രയും പേഷ്യൻസ് വേണം. അവിടെയാണ് പ്രതീക്ഷയ്ക്കുള്ള വക. എന്തായാലും ഈ കേൾവി ഒരു ആവേശകരമാണ് ആ അർത്ഥത്തിൽ. കേൾവിയും അറിവും അല്ലെ, കേൾവിയും അറിവും ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ഒരു പൈനിയേഴ്സ് അല്ലെ, മുമ്പിൽ മാതൃകകൾക്ക് വേണ്ടി. ചന്ദ്രകല മാം പറയും. നമുക്കും ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കാനുള്ള ഒരു നല്ല മോട്ടിവേഷനാണ് ഈ ക്ലാസ്. കാരണം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നിപ്പോ നമ്മൾ ആലോചിച്ചത് തന്നെ ഈ സനൽ സാറിന്റെ ഈ ഒരു ഇൻഫർമേഷനിലൂടെയല്ലേ. അപ്പൊ നമ്മൾക്കും നമ്മുടെ ജീവിതത്തിലൂടെ കുറെ മാറ്റങ്ങൾ വരുത്താം. ആ സെൽഫ് ലവ്, അതാണ് നമുക്ക് വേണ്ടത്. അതിന് ഒരുമിച്ച് കൂട്ടായ ഒരു ശ്രമം നടത്തുമ്പോൾ നമുക്കും ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കാം. അതുപോലെ നമ്മുടെ പുറകിൽ വരുന്ന നമ്മുടെ പിൻഗാമികള് നമ്മളെ കണ്ട് അവരും പതുക്കെ പതുക്കെ ചിന്തിച്ചു തുടങ്ങും.
ഒരു ക്ലാസ് സനൽ സാറിന് ഒത്തിരി നന്ദി പറയുന്നു. സാബു സാറിന് ഒത്തിരി ഒത്തിരി താങ്ക്സ്. താങ്ക് യു. ടീച്ചറിനെ കണ്ടിട്ട് കുറെ നാളായി. തിരക്കിലാണ് അല്ലെ? ടീച്ചർ പോയോ? ഇല്ല, ഇല്ല. ഇല്ല സാറേ, ഉണ്ട്. ഞാനേ ഇന്നൊരു മരിച്ച വീട്ടില് പോയതാ. അവിടെ ഞാനിങ്ങ് അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഒരു വ്യക്തി എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തി കേട്ട് കഴിഞ്ഞപ്പോ ഉടനെ അങ്ങോട്ട് പോയി. തിരിച്ചു വന്ന് ഞാനിങ്ങനെ ക്ലാസ് കേട്ടോണ്ടിരിക്കുക, അതോടൊപ്പം തന്നെ ഇങ്ങനെ ആലോചിക്കുകയും ചെയ്യായിരുന്നു നമുക്ക് നമ്മളെ പറ്റി എങ്ങനെ. അപ്പോഴാ നല്ല ഒരു ക്ലാസ്സും പിന്നെ നമുക്ക് കൂട്ടായ്മയോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളും കേട്ടു. അപ്പൊ വളരെ വളരെ ശരിയാണ്. വളരെ അധികം പ്രായം ഇല്ലാത്തൊരു വ്യക്തിയാണ് മരിച്ചത്. അപ്പൊ നമ്മുടെ ജീവിത രീതിയിൽ മാറ്റം വരുത്തണം എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷെ യങ് ജനറേഷൻ അത് മറന്നു പോകുന്നു. അവരുടെ ജീവിത ശൈലിയിൽ മാറ്റം വരുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അത് ഉൾക്കൊണ്ട് തന്നെയുള്ള ആ ഒരു ഇത്. താങ്ക് യു. ഓക്കെ തലയിൽ വെച്ച്. അതെ, മരിച്ച വീട്ടിൽ പോയാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് സാധാരണ ഒന്ന് കുളിച്ചൊക്കെ കേറാവും. അപ്പൊ അതിനു വേണ്ടി കുളിച്ച് തലയില് നനവുള്ളത് കൊണ്ട് ഇങ്ങനെ തോർത്തെടുത്ത് വലിച്ചു കെട്ടി. ഓക്കെ, വേറെ ആരെങ്കിലും? ഇല്ലമ്മ മാം, അബ്ദുറഹീം സാർ, ഇന്ദിര മാം, 100 വയസ്സ് വരെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ലേ? തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ സംഭവിക്കട്ടെ എന്ന ആരോഗ്യവും സന്തോഷവും ഇല്ലെങ്കിൽ പ്രയോജനമില്ല അല്ലേ? മനസാന്നിധ്യവും സന്തോഷവും സമാധാനവും ഒക്കെ ഇല്ലെങ്കിൽ അതൊക്കെ വെറും വേസ്റ്റ് ആണ്. അതൊക്കെ വലിയൊരു ഭാരമായിരുന്നു. അപ്പൊ അതിനുള്ള ശ്രമം നമുക്ക് ഇന്ന് തന്നെ തുടങ്ങാം. വെയിറ്റ് അല്ലെ, ശരീരത്തിന്റെ കോമ്പോസിഷനൊക്കെ ഒന്ന് അറിഞ്ഞുകൊണ്ട് മാറ്റി ബ്ലൂ സോൺ സ്റ്റെപ്പ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ജോർജ് സാർ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും 3, 4, 5 പേരുടെ കൂട്ടായ്മ വേണം. കൂട്ടങ്ങൾ കൂടെ മാത്രമേ സാധിക്കൂ എന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു. ഒറ്റയ്ക്കൊന്നും സാധ്യമല്ല. അപ്പൊ കൂട്ടങ്ങൾ ആവശ്യമാണ്. കൂട്ടങ്ങൾ അല്ലെ, ലൈക്ക് മൈൻഡഡ് അല്ലെ, അങ്ങനെയുള്ളവരുടെ ഒരു കൂട്ടത്തെ കണ്ടെത്തുക, സ്റ്റാർട്ട് ചെയ്യുക. ജോർജ് സാർ പറഞ്ഞ പോലെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെ തുടക്കം ഇങ്ങനെയാണെന്നാണ് കേട്ടിട്ടുണ്ടല്ലോ. പണ്ട് ഏതോ ഒരു വീടിന്റെ മുമ്പിൽ ചേറ് കൂടി കിടന്നപ്പോ ആ വീട്ടുകാരൻ അങ്ങനെ ഒരു റാന്തൽ വിളക്ക് കത്തിച്ചു വെച്ചു. അപ്പോ ആ വഴി വന്നവര് ഈ ചിളയിൽ ചാടി വീഴുന്ന ഒരു സാഹചര്യം ഒഴിവായി പോയി. ഇങ്ങനെ വഴിനീള വിളക്ക് വെച്ചപ്പോ ആരും പിന്നെ വഴിയിൽ വീഴേണ്ട സാഹചര്യം ഇല്ല എന്ന് പിന്നീട് വന്നവര് കണ്ടു. അപ്പോ തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു അവസരമാണ്. ഒരുപക്ഷെ ഇന്നിപ്പോ എനിക്ക് തോന്നി നാളെ എനിക്ക് ഇങ്ങനെ തോന്നണമെന്നോ പറയണമെന്നോ പറ്റുന്നില്ല. നമുക്കെല്ലാവർക്കും അതെ. ഇപ്പൊ നമുക്ക് കഴിയും, ഇത്രത്തോളം എങ്കിലും കഴിയും. നമുക്കൊരു പടക്കത്തിന് തീ കൊളുത്തിട്ട് പോവാം അല്ലേ? അങ്ങനെയെങ്കിൽ അങ്ങനെ. ഓക്കെ, സെൻസർ എന്താ പറയാൻ വന്നായിരുന്നു? ഇല്ല, ഇനി അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ ഓക്കെ, താങ്ക് യു വെരി മച്ച് വൺസ് അഗൈൻ. വളരെ മനോഹരമായ ഒരു ഏരിയ. ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും പറയാനും കേൾക്കാനും കേൾപ്പിക്കാനും ഒക്കെ ഉള്ള വിഷയം തന്നെയാണ്. താങ്ക് യു സെൻസർ വൺസ് അഗൈൻ. താങ്ക് യു വെരി മച്ച്. നാളെ നമ്മുടെ മാനേജ്മെന്റ് സ്ട്രാറ്റജി, ബിസിനസ് സ്ട്രാറ്റജിയുടെ 2ാമത്തെ ക്ലാസ് ആണ്. സെയിൽസ് സ്ട്രാറ്റജിയാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു വൺസ് അഗൈൻ. സീ യു. താങ്ക് യു.